കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാലറാണി ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാലറാണി ആവേ 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 മരിയ അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി കരളലിഞ്ഞു കനിവിയന്നു മിഴി തുറക്കുനാദേ ആവേ അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ജോസഫത്തിന് പ്രത്യക്ഷയായ പരിശുദ്ധ ദൈവമാതാവേ, വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് ജനതയ്ക്ക് രക്ഷയിടാൻ ശക്തിയുടെ അടയാളം കാണിച്ച പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ തിരുമുന്നില് ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ്, ഉടമ്പടി പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണ്, ഈ ജനതയുടെ ജീവിത വിഷമങ്ങൾ സമർപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വസ്തി സർലോകറാണി മാലാകമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി നിന്നിൽ രക്ഷകദീപം സ്വസ്തി സർലോകറാണി മാലാകമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം തന്നെ മകത്തം പിറന്ന ധന്യേ മനോഹരി തായേ കന്യേ മഹത്വം പിറന്ന ധന്യേ മനോഹരി തായേ ആമോദമാകുമീ വെൽവ രക്ഷാ സുഖത്തിൻ ഉറവ ആമോദമാർന്നു നീ നൽക രക്ഷാ സുഖത്തിൻ ഉറവ സ്വസ്തി സർലോകറാണി മാലാകമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം സ്വസ്തി സർലോകറാണി മാലാകമാരുടെ റാണി നിന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം ധന്യേ മഹത്വം പിറന്ന ധന്യേ മനോഹരി തായേ ധന്യേ മഹത്വം പിറന്ന ധന്യേ മനോഹരി തായേ ആമോദമാർന്നു നീ രക്ഷ
മക്കളല്ലോ, ഞങ്ങളും നിൻ മക്കളല്ലോ, സൂര്യവോളെന്നും ഞങ്ങളും നിൻ മക്കളല്ലോ, നിന്നെ സൂര്യവോളെന്നും കനിവാർന്ന് പ്രാർത്ഥിക്കതായി. കനിവാർന്ന് പ്രാർത്ഥിക്കതായി, സ്നേഹം നിറഞ്ഞവൾ നീ. സ്വസ്തി സല്ലോകരാണി, മാലാഖമാരുടെ റാണി, നിന്നിൽ നിന്നാഗതമായി ഹല്ലേലൂയ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നു സ്തോത്രങ്ങൾ. പരിതിൻ അതിനാഥനാമങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങേ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവ്വരും, സ്വർഗവും ക്രോവേശാപവൃന്ദവും സ്വർഗസംഗീതം നീട്ടുന്നു. സൈനാധീശനമായിടും ദൈവം സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ. ഭൂവും വാനവും അങ്ങേമയ തിങ്ങിടും നല്ലോ സദരും. ശ്രീയേഴും ദിവ്യ പ്രേക്ഷിത ധന്യ നൗകന്മാരേത സാക്ഷികൾ, നിത്യാനന്ദ പ്രതാപമാവങ്ങേ വാഴ്ത്തിയിടുന്നു നിരന്തരം, വാഴ്ത്തിയിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭപൂരിതൻ നാദാം നിത്യേനായേക സോനോരേ, പാവനാത്മപ്രിയേക ദൈവമേ സ്തോത്രമെന്നുമെന്നേക്കുമേ. ലോകമാകവേ പാവനം സദാ കീർത്തിക്കും അങ്ങേ സാദരം.
ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ സുജുണ ഹല്ലേലൂയ രാജ്യത്തിന് നാനാഭാഗത്തിരുന്നുകൊണ്ട് ലൈവ് സ്ട്രീമിൽ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ോടെ
മരണമില്ലാത്തവരെ, മരണമില്ലാത്തവരെ, നീ പരിശുദ്ധനാകുന്നു. ക്രൂശിക്കപ്പെട്ടവരെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, 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 നീ പരിശുദ്ധനാകുന്നു. ക്രൂശിക്കപ്പെട്ടവരെ, ഇരിക്കുക, സ്വസ്ഥമായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. കർത്താവിൻ്റെ വചന ഞെരുക്കങ്ങളിൽ സമചിത്തരായിരിക്കുക. ഇരിക്കണം, എല്ലാവരും ഇരിക്കണം. ഇരിക്കാനുള്ള സ്ഥലം എല്ലാവരും കൊടുക്കുക സ്വസ്ഥമായിട്ട്. സന്തോഷത്തോടെയും ഭക്തിയോടെയും കർത്താവ് ജീവനോടെ ജ്വലിച്ച് നിങ്ങൾ ആൾക്കാരോട് നോക്കുമ്പോഴേ മാലാഖമാരെ പോലും നോക്കണമെന്നാണ് ഞാൻ ധൂപിച്ച ഈശോ പറഞ്ഞത്. ആൾത്താരയുടെ നിങ്ങൾ നോക്കുമ്പോഴേ ആരെപ്പോലും നോക്കണമെന്നാണ്. അതാ ഞാൻ ധൂപിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കർത്താവിൻ്റെ ആദ്യ സന്ദേശം തന്നെ. നിങ്ങൾ ആൾത്താരയിലേക്ക് നോക്കുമ്പോൾ, ഈശോനെ നോക്കുമ്പോൾ മാലാഖമാരെ പോലും നോക്കണമെന്ന്. പൊട്ടം മനുഷ്യന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അർളിക്കാൻ മാത്രമേ കാണത്തുള്ളൂ. മാലാഖമാരെ പോലെ നോക്കിയാൽ അവിടെ ജീവിക്കണ ഈശോ എൻ്റെയും നിൻ്റെയും ജീവിത വിഷയങ്ങളിലെ നിത്യത വരെ കൂട്ടിയാത്രക്കാരനായി കൂടെ വരുന്ന കൈവിടാത്ത കർത്താവിൻ്റെ മുഖം നിനക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധനയുടെ അവസാനം നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ഒരു സന്ദേശം വന്നിരുന്നു. അതായത് ഇടത് പതകാണ്. ഇടത് പതകിന് ആ വാരിയെല്ലിൻ്റെ പിറകിലുള്ള ഇടത് വാരിയെല്ലിൻ്റെ ഉള്ളിൽ ഒരു ചതവോ എന്നിട്ട് പച്ചയും നീലയും മഷിയുടെ നിറമുള്ള എന്തോ ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു പരുവാണ്. ഇടത് പതകിനൊരു പരുവാണ്. അതിന് വാരിപ്പറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പച്ചയും നീലയും കലർന്ന നിറത്തിലുള്ള മഷി നിറത്തിലുള്ള ഒരു ദ്രാവകം ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അത് എന്താണെന്ന് ചോദ്യചിഹ്നം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ചോദ്യചിഹ്നം. അപ്പോൾ ഡോക്ടർ ആശുപത്രിയിലാണെന്നറിയാം രോഗി. ഡോക്ടറാണ് ഇപ്പം ചോദ്യചിഹ്നമായിട്ട് നിൽക്കണത്. എന്താണ് ചോദ്യചിഹ്നം? ഇതെന്താണെന്ന് ഡോക്ടറിന് അറിയത്തില്ല. ഇപ്പം ഈശോ പറയണേ അതിൻ്റെ ബന്ധുക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കും, ആ രോഗിയെ ഇപ്പം കർത്താവ് സുഖപ്പെടുത്തുമെന്ന്. സൂര്യ സീരിയ സീരിയാറാമൻ. നിങ്ങൾക്ക് താമസിയാതെ അടുത്ത ആദ്യ ചൊവ്വാഴ്ചയോ അതിന് പേര് ചൊവ്വാഴ്ചയോ
ഇതേ വാക്ക് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണത് കേൾക്കാം. ആരെങ്കിലും കർത്താവ് ആ രോഗികളെ അനുഗ്രഹിക്കട്ടെ. ആ രോഗികളെ മാത്രമല്ല, ഇതുപോലെ അകപ്പെട്ടിട്ടുള്ള ഒത്തിരി രോഗികളും അപകട അവസ്ഥയിലും അവർ എഴുന്നേറ്റ് വന്നിട്ട് വേണം കുടുംബം പോറ്റാൻ. ഇപ്പോഴവർക്ക് വേണ്ടി നമ്മൾ കടം വാങ്ങിച്ച് ഒക്കെയാണ് ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുന്നത്. അവരെഴുന്നേറ്റ് വന്നിട്ട് വേണം ആ കടം വരെ വീട്ടാൻ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വരുമാനം മുട്ടിപ്പോകുന്നവരെ, ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ കിടപ്പിലായി പോവുകയും ഞങ്ങളുടെ കടങ്ങള് വർദ്ധിക്കുകയും ചെയ്യുന്ന കണ്ണുനീര് കർത്താവേ, ഈ നിമിഷം നിന്റെ കരുണയുടെ വലത്ത് കരങ്ങൾ നീട്ടി അങ്ങ് ഏറ്റെടുക്കണമേ, സുഖപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ, ഹാസ്യാറാവി മക്കളെ, ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, ചിലത് അറിയാൻ പറ്റത്തില്ല. ഇല്ലേ? നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, ചിലത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ വേദപുസ്തകം പറയണത് ഒന്ന് മാത്രം നീ അറിഞ്ഞാലും മതി. എന്താ നീ അറിയേണ്ടത്? നീ അറിയേണ്ടത് എന്താണ്? അതായത് ഞാൻ നിന്നെ അനാഥമായി വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴേ അവസാനത്തെ ആ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞില്ലേ? ഇപ്പോഴെന്താ സാക്ഷ്യം പറഞ്ഞത്? ഞാനിങ്ങനെ കല്യാണം കഴിച്ച് ആ വീട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ ഭർത്താവായി തീരാനുള്ള ആള് എനിക്ക് കൂടെ ജീവിക്കാൻ പറ്റാത്ത ആളാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അല്ലേ? സത്യമായിട്ട് അവർക്ക് അറിയത്തില്ലായിരുന്നു. കാര്യം ആ ആഴ്ചയിൽ, ആ കല്യാണത്തിൻ്റെ ആഴ്ച ആ മനുഷ്യന് ഒരാളെ കുത്തിയതാണ്. ആഴ്ചയിൽ അവളത് പറഞ്ഞില്ലേ? ആഴ്ചയിൽ 16 കൊല്ലം മുമ്പ് ആ കല്യാണത്തിൻ്റെ ആഴ്ചയിൽ വെള്ളം ഒഴിച്ച് ഒരാളെ കുത്തിയതാണ്. അപ്പോൾ അവിടെ അപ്പം വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ ഇത് എൻ്റെ വൈഫ് പറയണത് ഇത് നമുക്ക് ദൈവം കാണിച്ചു തന്നതാണിത്. ആള് പൊട്ടയായത് കാരണം നമ്മൾ ഈ കല്യാണം ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം തന്നെയാണ് നമുക്കിത് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാം എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ്റെ ഒരു സംശയമാണ്. ഏതായാലും ശരി, കർത്താവിനോട് ചോദിച്ചിട്ട് അത് ഒഴിവാക്കാം. ഇപ്പം കർത്താവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ചെറുകാർ പറയും, പിന്നെ കർത്താവ് നേരത്തെ സംസാരിക്കാൻ പോകണ ഒരൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ ചുമ്മാ കള്ളത്തരമാണെന്ന് പറയും. കള്ളത്തരമാണെന്ന് കരുതുന്നവർക്ക് മരണം വരെ, അവരുടെ ജീവിതം വരെ കള്ളത്തരമായിരിക്കും. എന്താ കാര്യം? ഇത് വിശ്വാസമാണ്. വിശ്വാസത്തെക്കുറിച്ച് നമ്മളെന്താ പറയണത്? സത്യവിശ്വാസം എന്താ പറയണത്? അല്ലേ? വിശ്വാസത്തെക്കുറിച്ച് വിശ്വാസം, പല വിശ്വാസമുണ്ട് മനുഷ്യന്. ഇപ്പോൾ ഒരു അമ്മച്ചിയോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകള് ഒരു ഹൈന്ദവനെ പ്രേമിച്ചു, അതുകൊണ്ട് അത് വിടുവിക്കാൻ വേണ്ടി ഞാനൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. കാര്യം എന്താ? ഹൈന്ദവർ തമ്മിലുള്ള വിഷയം ഹൈന്ദവരെ കൊണ്ട് തീർക്കുക എന്നുള്ള അമ്മയുടെ ലോജിക്ക് ഉണ്ടില്ലേ? എൻ്റെ മകളൊരു ഹൈന്ദവ പെണ്ണിനെ സ്നേഹിച്ചു. അപ്പോൾ അതെനിക്കിഷ്ടമില്ലാത്ത കാരണം ഹൈന്ദവരുടെ വിഷയം ഹൈന്ദവരെ കൊണ്ട് തീർക്കാൻ വേണ്ടി ഞാനൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയെന്നാണ് പറയണത്. അല്ലേ? ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണതും പോകാത്തതല്ല, ഒരു വിഷയം ഉണ്ടായാൽ പോകാൻ പറ്റുന്ന ആളാണ് നീ എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു കളയാണ്. കള. പ്രഭോ നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ? പിന്നെ കള എങ്ങനെ ഉണ്ടായി? അന്ധവിശ്വാസത്തിൻ്റെ കള എങ്ങനെ ഉണ്ടായി? ബൈബിളിൻ്റെ ഒരു ചോദ്യമാണ്. ഒരാൾ വിത്ത് വിതച്ച് കഴിഞ്ഞപ്പോൾ, വിതച്ച് ഞാറെല്ലാം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ജോലിക്കാർ അവിടെ ചെന്ന് നോക്കി. അയാൾ സങ്കടത്തോടെ തിരിച്ച് യജമാൻ്റെ അടുത്ത് വന്ന്, പ്രഭു നമ്മൾ നല്ല വിത്താണല്ലോ വിതച്ചത്, ഞാറ് പൊങ്ങിയപ്പോൾ അത്രയും തന്നെ കളയുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാറല്ലാത്ത മറ്റ് കേട് കാട്ടുചെടികളുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴുടനെ യജമാൻ എന്താ പറഞ്ഞത്? കളയുണ്ടെങ്കിൽ അത് ശത്രു ചെയ്ത പണിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അമ്മച്ചിയുടെ പറഞ്ഞ, അമ്മച്ചിയുടെ ഉള്ളിൽ കളയുണ്ട്. എന്താ കാര്യം? ശത്രു വിതച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഉടനെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയത്. കളയുണ്ട്. വിശ്വാസം, അതായത് പാരമ്പര്യ സത്യവിശ്വാസത്തിൽ ജനിച്ച ആളാണെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ
അതായത് അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ കളയുണ്ട് അവിടെ, ഇല്ലേ? ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തന്നെ കളയുണ്ട്. അപ്പോൾ പ്രഭു നമ്മളെ വിതച്ചത് നല്ല വിത്തല്ലേ? ഇപ്പം നമ്മുടെ വെളിപാടിൻ്റെ മത്തായിയുടെ പുസ്തകം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:28 എന്താ പറയണ? പ്രഭു നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? ഈ വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് തന്നെ കളകൾ ഉണ്ടാകും. അപ്പോൾ ഉടനെ യജമാനൻ പറഞ്ഞു, കളകൾ ചെയ്തത് ശത്രുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശത്രുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഒരു ബോധം നമുക്കുണ്ടാവണം. നമ്മൾ എത്ര സത്യവിശ്വാസം ഇരുന്നാലും ഒരു വിഷയം വന്നപ്പോൾ ചാടി മറികടത്ത് ചെയ്തിട്ട് അത് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് പിന്നെയും വിശ്വാസത്തിൽ വരാമെന്ന് നമ്മൾ ധരിക്കണത് നമ്മൾ ഒരിക്കലും വരത്തില്ല. കാര്യം ഒരിക്കലും നീ ആരാണെന്ന് ദൈവത്തിന് പിടികൊടുത്തു കഴിഞ്ഞാൽ നീ എന്നും അന്ധവിശ്വാസിയാണ്, പിന്നെ നീ വിശ്വാസിയല്ല. വിശ്വാസി എന്ന് പറയണത് 2017 വിശ്വാസി, 2018 അന്ധവിശ്വാസി, 2019 വിശ്വാസി, അങ്ങനെയില്ല. വിശ്വാസി ഒറ്റ വിശ്വാസിയേ ഉള്ളു, ആദ്യം മുതൽ അവസാനം വരെ യേശുവിലുള്ള വിശ്വാസി. ശ്രുതികടെ ആശീർവാദം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ. മനം ഉയർത്തി സ്വരം ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. മനം ഉയർത്തി സ്വരം ഉയർത്തി അതിശക്തമായ ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ 11:13 പ്രഭു നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ, പിന്നെ കളകൾ എങ്ങനെയുണ്ടായി? അന്ധവിശ്വാസം എങ്ങനെയുണ്ടായി? അങ്കലാപ്പ് എങ്ങനെയുണ്ടായി? ഉത്കണ്ഠ എങ്ങനെയുണ്ടായി? അന്ധവിശ്വാസം തന്നെയാണല്ലോ ഉത്കണ്ഠ. വിശ്വാസം എന്ന് പറയുന്നത് യേശുവിലുള്ള വിശ്വാസമല്ലേ, പിന്നെ അവിടെ ഉത്കണ്ഠയ്ക്ക് സ്ഥാനമില്ലല്ലോ. ഇപ്പം ജോത്സ്യൻ്റെ അടുത്ത് പോയില്ലെങ്കിലും, കാക്കാലിൻ്റെ അടുത്ത് പോയില്ലെങ്കിലും, കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോയില്ലെങ്കിലും നമ്മൾക്ക് ഒരു ശങ്കയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിശ്വാസം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം, അല്ലേ? നമുക്കൊരു ചെറിയ ശങ്ക ഉണ്ടെങ്കിൽ ഈ ശങ്ക, അവിശ്വാസം, ഉത്കണ്ഠ ആരുടെ പരിപാടിയാ? അത് ശത്രു ചെയ്ത പരിപാടിയാണ്. അതാണ് മത്തായി 13:28. ഉടനെ ചോദിക്കും, ഞങ്ങളത് പറിച്ച് കളയട്ടെ, ഞങ്ങളത് അന്ധവിശ്വാസം അല്ലെങ്കിൽ ശങ്ക അല്ലെങ്കിൽ അവിശ്വാസം ഞങ്ങൾ എടുത്ത് കളയട്ടെ, കള പറിച്ച് കളയട്ടെ. അപ്പോൾ പ്രഭു പറയും, വേണ്ട, കളകൾ പറിക്കാൻ ചെന്നാൽ അതിൻ്റെ കൂടെ തന്നെ നെല്ലും ഗോതമ്പും പറഞ്ഞു പോരും, അതവിടെ നിൽക്കട്ടെ, കളകളവിടെ നിൽക്കട്ടെ. എത്ര കാലം വരെയാണ് നിൽക്കണത്? കൊയ്ത്ത് കാലം വരെ നിൽക്കട്ടെ എന്നാണ് പറയണത്. ഈ അന്ധവിശ്വാസം, അവിശ്വാസം വിതക്കപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഇത് ഒറ്റടിക്ക് പണി തീരത്തില്ല. ഇത് കൊയ്ത്ത് കാലം വരെ നിൽക്കും. ഉത്കണ്ഠയുള്ള കൊയ്ത്ത് കാലം എന്ന് പറയുമ്പോൾ എന്താണ്? അതാ 13:30 കൊയ്ത്ത് കാലം വരെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഉത്കണ്ഠപ്പെടുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഉത്കണ്ഠ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവമേ ഇതാണ് പരിപാടി എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു രക്ഷപ്പെടാൻ ഉള്ളത്, അല്ലേ? കൊയ്ത്തുകാലം എന്ന് പറഞ്ഞാൽ എന്താ? ഈ അവിശ്വാസം, അന്ധവിശ്വാസം ഒരു മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തായാലും ശരി ഈ കൊയ്ത്തുകാലം വരെ നിൽക്കട്ടെ എന്ന് പറയും. കൊയ്ത്തുകാലം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം 13:30 കൊയ്ത്തുകാലം വരെ നിൽക്കട്ടെ എന്ന് പറയണത്. കൊയ്ത്തുകാലം എന്ന് പറഞ്ഞാൽ യുഗാന്ത്യം എന്നാണ് പറയണത്. കൊയ്ത്തുകാലം യുഗാന്ത്യമാണ്. നമ്മൾ 39 വരുമ്പോഴേ, മത്തായിയുടെ സുവിശേഷം 13:39 വരുമ്പോൾ കൊയ്ത്തുകാലം എന്ന് പറയുമ്പോൾ നമ്മളവർക്ക് 4 മാസം കഴിയുമ്പോൾ തീരുവല്ല. കൊയ്ത്തെന്ന് പറഞ്ഞാൽ 4 മാസം അല്ലേ എന്ന് വിചാരിക്കും. ഇപ്പം ഇവിടെ 2 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പട്ടാമ്പി ചെന്നപ്പോൾ അവിടെ, പട്ടാമ്പിലല്ല, അവിടെ വല്ലാവൂര്, അവിടെ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2.25 മാസം കൊണ്ട് കൊയ്യണ ഞാറന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ മണ്ണൂത്തിയുടെ കാർഷിക സർവകലാശാലയുടെ എന്തോ ഒരു പുതിയ വിത്ത. അപ്പോൾ ഇസ്രായേലിൻ്റെ കാലത്ത് 4 മാസം കൊണ്ടാണ് ഈശോ പറഞ്ഞത്, നോക്കിയേ കൊയ്ത്തുകാലമായി 4 മാസം കഴിയുമ്പോൾ അരിവാൾ വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കതിര് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു 5 മാസം 5.5 മാസമാണ് ഇസ്രായേലിലെ ഗോതമ്പ് കൊയ്ത്തുകാലം. പക്ഷേ കർത്താവ് പറയുന്ന കൊയ്ത്തുകാലം അതല്ല. കർത്താവ് പറയുന്ന കൊയ്ത്തുകാലം എന്താണ്? കൊയ്ത്തുകാലം യുഗാന്ത്യവും കൊയ്ത്തുകാർ മാലാഖമാരുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ.
അപ്പോൾ എന്തെങ്കിലും കള കയറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറയണില്ലേ? നമ്മളിൽ വിതച്ചിരിക്കുന്ന അധവിശ്വാസത്തിൻ്റെ പണി ആരുടേതാണെന്ന് പറയണത്? ശത്രു ചെയ്തതാണ്. അപ്പോഴിപ്പോൾ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഒരു ശത്രു ഒരു പണി ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പം അത് കഴിയുമ്പോൾ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ ചേച്ചി 16 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആ കാലം കഴിഞ്ഞത് ഇല്ലേ? ഇനിയിപ്പോൾ അവൾക്ക് വേണമെങ്കിൽ വേറെ ഒരു വിഷയം വരാം. മരിക്കണതിനുള്ളിൽ വേറെ ഒരു സബ്ജക്റ്റ് വരൂ. ചില മക്കളെ കൊണ്ടായിരിക്കും ഒരു സബ്ജക്റ്റ് വരണത്, അറിയില്ല. മക്കളെ കൊണ്ടായിരിക്കും സബ്ജക്റ്റ് വരണത്. ചിലപ്പോൾ ദൈവം തന്നെ ചെയ്ത പണി ചെയ്യും, ശത്രുവും പണി ചെയ്യും. ഈ 2 പണിയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ദൈവം തന്നെ ചില സമയത്ത് പണി ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവം എന്താ അച്ഛനീ പറയണത്? ദൈവം തന്നെ പണി ചെയ്യും, വെയിൽ തന്നെ വിളവ് തന്നെയാണെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും? എന്നിട്ടും നമ്മൾ എന്തിനാ അങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഉദാഹരണത്തിന് ആ ശൂനേംകാരുടെ കാര്യം എടുത്തേ. എലീഷ 2 രാജാക്കന്മാരിൽ 4:9, 2 രാജാക്കന്മാർ 4:9, 4:27 വരുമ്പോൾ ആ ശൂനേംകാരി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ പറയുന്നുണ്ട്. 2 രാജാക്കന്മാരിലാണ് ഉള്ളത്, 4-ാം അധ്യായത്തിലെ. അപ്പം ശൂനേംകാരി എന്ന് പറയുന്നത് ശൂനേമിലെ ഒരു സഹോദരിയാണ്. അവളാണെങ്കിൽ വല്ലാത്ത ദേവഭക്തയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? അവൾക്ക് മക്കളില്ല. മക്കളില്ലാതെ വർഷങ്ങൾ ജീവിക്കാൻ. ഈ മക്കളില്ല. നിങ്ങൾ ശൂനേംകാർക്ക്, ബൈബിളിലെ ശൂനേംകാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? ഒരു ഗുണമുണ്ട്. അവൾക്ക് നിരാശയില്ല, അവൾക്ക് സങ്കടമില്ല. മക്കളില്ലാതിരിക്കാൻ, കല്യാണം താമസിച്ചു പോകാൻ, ജോലി കിട്ടാതിരിക്കാം. പക്ഷെ നിരാശ ഉണ്ടെന്നുണ്ടെങ്കിൽ കളയായി. ശരിക്കും വിശ്വാസത്തിന് എതിരായിട്ടുള്ള എല്ലാം കളയാണ്. എനിക്ക് ജോലി കിട്ടുമോ? ചില ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യണില്ലേ? കളയേക്കാൾ, വിളയേക്കാൾ കൂടുതൽ കള കയറി വരുമ്പോൾ ആണ് ചില ആൾക്കാർ നിരാശപ്പെട്ടു പോണത്. ശൂന്യക്കാർക്ക് പക്ഷെ കളയൊന്നുമില്ല. അവൾക്ക് മക്കളില്ലെങ്കിലും 16 കൊല്ലമായെങ്കിലും മക്കൾ കൊല്ലാനില്ലെങ്കിലും അവൾ ഇപ്പോഴും സന്തോഷിച്ച് ദൈവ യഹോവയാണ് എൻ്റെ ഓഹരി എന്ന രീതി ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഈ മക്കളില്ലെങ്കിലും കല്യാണം താമസിച്ചാലും വീടില്ലെങ്കിലും നമുക്ക് കള വീണില്ല എന്നുണ്ടെങ്കിൽ, കള വീഴാത്ത അവസ്ഥയുണ്ട്. ശൂന്യക്കാരികൾ അങ്ങനെയാണ്. കള വീണില്ല എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവും. ഒരു ദിവസം ഒരു മനുഷ്യൻ അവിടെ വന്ന് 3 ഗ്ലാസ് വെള്ളം ചോദിച്ചു. അപ്പോൾ ഉടനെ ശൂന്യക്കാരി വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവൻ്റെ മുഖത്ത് നോക്കിയേ, അവൻ എൻ്റെ കക്ഷിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശൂന്യക്കാരി നല്ലവണ്ണം നോക്കി. അപ്പോൾ പറഞ്ഞു, അങ്ങ് പണ്ടും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതിലേ കൂടി പോകുന്നുണ്ടല്ലോ, അങ്ങ് എവിടെയാണ് ഈ വർഷങ്ങളൊക്കെ പോകണത് എന്ന് ചോദിച്ച്. പറഞ്ഞു, ഞാൻ ദേവാലയത്തിൽ പോണതാണ്. എൻ്റെ ആരാധനയുടെ കാലമാകുമ്പോൾ ഞാൻ ജെറുസലേം ദേവാലയത്തിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ശൂന്യക്കാരി പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, അങ്ങേരൊരു ദൈവ മനുഷ്യനാണ്, കർത്താവിനെ ഭയമുള്ള ആളാണ്. അപ്പം അങ്ങേരിങ്ങനെ വെള്ളവും ചോദിച്ചു വീട് നടക്കണത് ശരിയല്ല. ഇനി അദ്ദേഹം വരുമ്പോൾ നമുക്ക് മട്ടുപ്പാവിൽ നമുക്കൊരു കൊച്ചു മുറി ഉണ്ടാക്കി ഒരു കട്ടിലെടുത്തിട്ട് ഒരു കസേര പിടിച്ചിട്ട് ഒരു വിളക്ക് വെച്ച് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാം. എന്താ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് പറഞ്ഞു. അപ്പോൾ ഉടനെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പറഞ്ഞ പോലെ എൻ്റെ മക്കളെ, നമുക്ക് മക്കളില്ലായിരിക്കും, നമ്മുടെ കല്യാണം താമസിക്കുമായിരിക്കും, നമ്മുടെ വീട് വിൽക്കണില്ലായിരിക്കും, നമ്മുടെ കടക്കാരൻ നമ്മുടെ വീടിനെ വാദിക്കുന്ന മാറാതിരിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും ദൈവത്തിലുള്ള പ്രത്യാശയും നമ്മൾ കളയരുത്. കൈയിടിച്ച് ഈ വാക്കുകളും പാട്ടുകളും കേൾക്കുമ്പോഴേ നമ്മളൊരു സ്വർഗീയ ആരാധനയിലാണെന്നുള്ള കാര്യം ഓർക്കണം, ഇല്ലേ? നിങ്ങൾ മാത്രമല്ല, ഈ ശുശ്രൂഷ ഏറ്റുകൊണ്ട് കണ്ടുകൊണ്ട് തത്സമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോരുത്തർ കമ്പ്യൂട്ടർ നോക്കി മൊബൈൽ നോക്കി ഇരിക്കുന്നുണ്ട്. ഈ സമയം ഇതേ സമയം തന്നെ അവർക്കെല്ലാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു മാനസികാവസ്ഥയിലാണോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ജോലിയായാലും വീടായാലും കടമായാലും മക്കളായാലും വിവാഹമായാലും നടക്കാത്തതും താമസിക്കുകയും വരുമ്പോഴുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു വേപതു, അങ്ങനെയുള്ള നിരാസങ്കടമാണെങ്കിൽ ദൈവവൈദ്യരെ കർത്താവ് നിന്നോട് ശൂന്യക്കാരിയോടിലൂടെയാണ് സംസാരിക്കുന്നത്. എന്താണ്? നിൻ്റെ ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തി കളയരുത്, നിൻ്റെ മുഖം പ്രസന്നമാക്കണമെന്ന്. ഉപവാസകാലത്താണെങ്കിൽ പോലും, ഇതെല്ലാം ഉപവാസകാലമല്ലേ, ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിൽ നോമ്പിന് ഒരു പ്രത്യേക കാലമുണ്ടോ? ഓരോരുത്തർക്കും നോൻപിന് ദൈവം ഓരോരോ കാലം നിശ്ചയിച്ചിട്ടില്ലേ?
അല്ലേ? നമുക്ക് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നതെല്ലാം ആശയടക്കത്തിന് വേണ്ടി ദൈവം നമ്മൾ വിളിക്കുന്ന കാലമെല്ലാം നമുക്ക് നോൻപ് കാലമാണ്, അല്ലേ? അങ്ങനെ ഓരോ കാലങ്ങൾ വരുമ്പോഴെന്താ, നിൻ്റെ മുഖം കഴുകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അല്ലേ? നീ നിരാശപ്പെട്ട് പക്ഷി ചത്തുപോയ കക്കാലനെ പോലെ ഇരിക്കേണ്ട, നിരാശപ്പെട്ട്. ശൂന്യംകാരി അങ്ങനെ ഇരുന്നില്ല. ശൂന്യംകാരിക്ക് ഇപ്പോഴും പ്രത്യാശയുണ്ട്. അവൾ ദൈവശുശ്രൂഷ ചെയ്യുകയാണ്. പ്രാർത്ഥനയെ കൊണ്ട് ഫലിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത പരിപാടി എന്താ? ദൈവശുശ്രൂഷയാണ്. ശൂന്യംകാരി എന്തെല്ലാം കാര്യമാണ് നമ്മൾ പറയണത്. പ്രാർത്ഥന കൊണ്ട് പിന്നെയും നീ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കൊണ്ടല്ല നിൻ്റെ കാര്യം തമ്പുരാൻ എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത നടപടി എന്താണ്? ദൈവവേദനെ ദൈവശുശ്രൂഷയാണെന്ന് കർത്താവ് വെളിപ്പെടുത്തണം. കൈയടിച്ച് കർത്താവ് ചുടലേലുക. നിങ്ങൾ ഇനി എല്ലാ വീട്ടിലും ഇങ്ങനെ നടക്കണ്ട. ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സ്വസ്ഥമായൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയോ സമയാസമയം നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് തരാം, കഴിച്ചിട്ട് നിങ്ങൾ വിശ്രമിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ആതിഥ്യം ദൈവപുരുഷൻ എലീഷയായിരുന്നു പ്രവാചകൻ, എലിയായുടെ ശിഷ്യൻ, സമ്മതിച്ചു. അങ്ങേര് അവിടെ രാത്രി വിശ്രമിച്ചു, ഭക്ഷണം കഴിച്ചു, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പോകാൻ നേരത്ത് ഉടുപ്പൊക്കെ ഇടുന്ന സമയത്ത് ഗഹാസി ശിഷ്യൻ കൂടെ താമസിക്കുന്നുണ്ട്. ഗഹാസിയോട് പറഞ്ഞു, ഗഹാസി ഇങ്ങോട്ട് വന്നേ, നീ അവളെ ഇങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞ്. നീ അവളെ ഇങ്ങോട്ട് വിളിച്ചേ, ദൈവം വിളിക്കണേ വിളി കണ്ടില്ലേ, നീ അവളെ ഇങ്ങോട്ട് വിളിച്ചേ. അപ്പോൾ വന്ന് ഉടനെ ഗുരു പ്രവാചകൻ വിളിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എലീഷ അവളോട് സംസാരിക്കണ്ടില്ല, ഗഹാസിയോട് ചോദിച്ചു അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ മിണ്ടിയില്ല. അവളൊരു വാക്ക് ഗഹാസിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കൂടെയാണ് താമസിക്കണതെന്ന്. അത് വേറെ അർത്ഥമാണ്. ജനത്തിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിൻ്റെ കൂടെയാണ് താമസിക്കണമെന്ന്. അപ്പോൾ ഉടനെ ഗഹാസി അത് ഗ്രഹിച്ചിട്ട് പറഞ്ഞു, അവൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. ഉടനെ എടുത്ത വായിക്കും ഗഹാസി എലീഷ പറഞ്ഞു, ഞങ്ങൾ അടുത്ത കൊല്ലത്തിലെ കടന്നു പോകും, അപ്പം നീ ഒരു കുഞ്ഞിനെ താലൂരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ഇറങ്ങിപ്പോയി. ആ വാക്ക് ഫലിച്ചു. കാരണം ദൈവം കൽപ്പിച്ച് നൽകുന്ന സമയം വരെ കാത്തിരുന്നിട്ടും നിരാശപ്പെടാതെ സന്തോഷത്തോടെയും ദൈവവേലയിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ദൈവശുശ്രൂഷയിൽ നിന്നും പിന്തിരിയാതെ വന്നപ്പോൾ ദൈവം മറുപടി പറയുന്ന രീതി കണ്ടില്ലേ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേ പിന്നെ ആ കുഞ്ഞ് വളർന്ന് 1 വയസ്സോ 2 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എലീഷ നോക്കിയപ്പോൾ ഈ ശൂന്യംകാരി അകലേന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ അരഞ്ഞ് വരണപ്പോൾ അവൾ വന്നപ്പോൾ ഗഹാസിയോട് പറഞ്ഞു, നീ ചെന്ന് അവളോട് ചോദിക്കുക എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക. ഉടനെ ഗഹാസി പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. അവൾ ഓടി വന്ന് ഇങ്ങേരുടെ കാലെ കെട്ടി വീണ്, ഞാൻ നിന്നോട് കൊച്ചിനെ ചോദിച്ചാ, ഞാൻ നിന്നോട് പ്രഭു ഞാൻ നിന്നോട് കുഞ്ഞിനെ ചോദിച്ചാ. അപ്പോൾ ഉടനെ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന്. ഉടനെ എലീഷ ഒരു വാക്ക് പറയും, കർത്താവേ. അപ്പോൾ അവൾ വരുമ്പോൾ തന്നെ പറയും, അവൾ കഠിന ദുഃഖത്തിലാണ്, അവളുടെ കാര്യം നീ എന്നിൽ നിന്ന് മറച്ച് കളഞ്ഞല്ലോ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 4:29 27 വചനമുണ്ട്. 2 രാജാക്കന്മാർ 4:27. അവൾ കഠിന ദുഃഖത്തിലാണ്, അവളുടെ കാര്യം നീ എന്നിൽ നിന്ന് മറച്ചു കളഞ്ഞല്ലോ എന്ന്. ചില സമയത്ത് ദൈവം നമുക്ക് വരാൻ പോകുന്ന കഠിന ദുഃഖങ്ങൾ ചിലപ്പോൾ മറച്ചു കളഞ്ഞെന്ന് വരും. പിടികിട്ടുന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ചൊല്ലി പറയാനാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ വളരാൻ പോണ, വിശ്വാസത്തിൽ വളരാൻ പോണ, വളരുമോ? ഇല്ല. ചില സമയത്ത് നമ്മൾ എത്ര പ്രാർത്ഥനയുള്ളവരാണെങ്കിലും നമുക്ക് വരാൻ പോകുന്ന ചില ദുഃഖ സംഭവങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് മറച്ചു കളയും. അതെന്താണെന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട് ഒരു കഥയുമില്ല. എന്താ കാര്യം? അതെന്താണെന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട് ഒരു കഥയുമില്ല. കാര്യം എന്താണ്? അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പോലും മനസ്സിലാകാത്ത ജീവിതത്തിൻ്റെ ഈ കീറാമുട്ടിയായുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ണും പൂട്ടി ദൈവത്തിൽ വിശ്വസിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ദൈവം മറച്ചു കളഞ്ഞെങ്കിലും ഈ ശൂന്യംകാരി ഒരു പരിപാടി ചെയ്ത് അവിടെ അതായത് ദൈവം എന്തും ചെയ്യാം, പക്ഷെ നമ്മളും ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ പഠിക്കണം. ശൂന്യംകാരി എന്താ ചെയ്തതെന്നറിയാമോ? ഗഹാസി പറഞ്ഞു, ഗഹാസി ഉടനെ അരയിൽ ബെൽറ്റല്ല അരക്കെട്ട് ഉരിച്ചു പറഞ്ഞ് എൻ്റെ വടി കൊടുത്തിട്ട് പറഞ്ഞു, നീ കൊണ്ടുപോയി ആ കൊച്ചിൻ്റെ ശരീരത്തിൽ വെക്കാൻ പറഞ്ഞു.
ആരോട്? ഗഹാസോട് പറഞ്ഞു. ഉടനെ ശൂനംകാരി രക്ഷപ്പെട്ട്. അല്ല, അരപ്പട്ട എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തതല്ലേ, അരപ്പട്ട കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ കൊച്ചു സുഖപ്പെടുകയില്ല. പക്ഷേ ശൂനംകാരി പറഞ്ഞു ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങ് എൻ്റെ കൂടെ വരാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അതാണ് ശരണമെന്ന് പറയണത്. മനസ്സിലായില്ല? അങ്ങ് എൻ്റെ കൂടാതെ, അപ്പം അങ്ങ് എൻ്റെ കൂടെ വരാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഗതി കെട്ട് ഇവളുടെ ശരണം കൊണ്ട് എലീഷ കൂടെ പോയി. അകത്ത് ചെന്ന് അപ്പം കുഞ്ഞ് മരിച്ചു കിടക്കണം. എലീഷ അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലാത്തിയിട്ട് കഥ കടച്ചിട്ട് കൊച്ചിൻ്റെ മേത്ത് കൊണ്ടുപോയി ശരീരത്ത് കൊണ്ടുപോയി കിടന്നിട്ട് ആ വായെടുത്ത് മൂക്കെടുത്ത് ആ കുഞ്ഞിൻ്റെ അങ്ങേരുടെ വായും മൂക്കും കൊച്ചിൻ്റെ വായുടെ മൂക്കിൻ്റെ കൂടെ വെച്ചതിന് ശേഷം 2 പ്രാവശ്യം ഊതി ദൈവനാമത്തിൽ. എന്നിട്ട് പിന്നെയും നടന്നില്ല. പിന്നെ ഒന്നുകൂടി ചെയ്ത് അപ്പോൾ കൊച്ച് 7 പ്രാവശ്യം തുമ്മി. കുഞ്ഞ് കണ്ണ് തുറന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. എൻ്റെ മക്കളെ, ഇത് വിശ്വാസത്തിൻ്റെ വഴിയാണ്. ഇപ്പം ശൂനേംകാരുടെ കൂടെ ദൈവമുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? എലീഷയുടെ കൂടെ ദൈവമുണ്ട്. ഉണ്ടോ? ഉണ്ട്. എങ്കിലും ഈ തന്ന കുഞ്ഞ് തന്നെ വീണ്ടും മരിക്കാൻ ഇടയാകുകയാണ്. ഇല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കേണ്ടത്? ഒരു വിശ്വാസിയെ അറിയണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഓരോ ഒരു സംഭവം കഴിയുമ്പോൾ മറ്റൊരു സംഭവം വരുമ്പോൾ വിശ്വാസിക്ക് ബോധ്യം ഉണ്ടാകണം, ദൈവം എന്നെ അനുഭവത്തിലൂടെ വളർത്തുകയാണ്. ദൈവം എപ്പോഴും നമ്മുടെ അനുഭവത്തിലൂടെയാണ് വളരണത്. ഇപ്പം നമ്മൾ ഈ പ്രാവശ്യത്തെ പത്രത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അത്തിമരം പൂക്കുന്നത് അറിയാനുള്ള വഴികൾ പത്രത്തിലുണ്ട്. ഇവിടെ എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നുവെന്നാണ്. പ്രൈസ് ദി ലോർഡ്. 17:27 നടപടി പുസ്തകം. അവിടുന്ന് ഓരോരുത്തർക്കും ഒന്ന് ഏറ്റു പറഞ്ഞേ, അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. എന്തിനാ അങ്ങനെ കൽപ്പിച്ച് നൽകണത്? സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ അറിയാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ദൈവം ഉദ്ദേശിക്കണത് എന്താ? ശൂനേംകാരി എലീശയുടെ അനുഭവത്തിലൂടെ അറിഞ്ഞാൽ പോരാ, മറിച്ച് ശൂനേംകാരി അവളുടെ അനുഭവത്തിലൂടെ ദൈവത്തെ അറിയണം. ദൈവത്തെ ഓരോ മനുഷ്യനും അറിയണമെങ്കിൽ ഞങ്ങളിപ്പോൾ അച്ഛനിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ തിയറി തരും, സിദ്ധാന്തം തരും, ഫോർമുല തരും. പക്ഷേ അത് നിങ്ങളാണ് സ്വന്തമായിട്ട് അത് പ്രായോഗികമാക്കേണ്ടത്. ഇപ്പം നിങ്ങളുടെ കാലത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടാകണം. എന്താ കാര്യം? എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ അനാഥമായി വിടത്തില്ലെന്ന്. ഒന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ അനാഥമായി വിടത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എൻ്റെ കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. പറഞ്ഞേ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ അനാഥമായി വിടത്തില്ല. വചനവേദ യോഹന്നാന്റെ സുവിശേഷം 14:18. യോഹന്നാന്റെ സുവിശേഷം 14:18. ഒന്ന് പറഞ്ഞ, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നെ അനാഥമായി വിടത്തില്ല. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ 28:20 വായിക്കുന്ന എന്താ വായിക്കണേ? ഞാൻ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞേ, നെഞ്ചത്തെ കൈ വെച്ച് പറഞ്ഞേ, എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കുമെന്നാണ്. എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ അങ്ങ് യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കുമെന്ന്. എന്തിനാണ് ഈ യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കണത്? ഇപ്പൊ മത്തായി 28:20 പറയണത്, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം എന്തിനാണ് യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാവണതിൻ്റെ കാര്യം എന്താണ്? കൊയ്ത്ത് യുഗാന്ത്യത്തിലാണ് അല്ലേ? കൊയ്ത്ത് യുഗാന്ത്യത്തിലാണ്. കൊയ്ത്തിൻ്റെ കാര്യത്തിൻ്റെ എന്താ സംഭവിക്കണത്? ഈ ശത്രു ചെയ്യണ പണി യുഗാന്ത്യം വരെ ഉണ്ടാകും. പിശാച് ഇവിടെ എലൈവാണ്. അതാണ് പറയണത്, പ്രഭു നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി? 13:28. അപ്പോൾ എന്താ പറയണത്? അത് ശത്രു ചെയ്ത പണിയാണ്. ഞങ്ങൾ കളകളെ പറിച്ചു കളയട്ടെ.
അപ്പോൾ പറഞ്ഞ് നിൽക്കട്ടെ, കൊയ്ത്ത് വരെ അവിടെ നിൽക്കട്ടെ. 13:30 കൊയ്ത്ത് കാലം എന്താണ്? യുഗാന്ത്യമാണെന്ന്. 13:39. അപ്പോൾ ശത്രു ചെയ്ത പണികൾ യുഗാന്ത്യം വരെ ഉണ്ടാകും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മക്കളെ ശത്രു യുഗാന്ത്യം വരെ ഉണ്ട് കേട്ടോ. ശത്രു യുഗാന്ത്യം വരെ ഉള്ളത് കൊണ്ട് ഐ വിൽ നോട്ട് ലെറ്റ് യു ഓർഫൺ, ഞാൻ നിന്നെ അനാഥമായി വിടത്തില്ല. കൈ പിടിച്ച് കർത്താസുകൾ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അനാഥരായി വിടില്ലെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന കർത്താവേ, യേശുവേ എന്ന് വിളിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. ഇടിമുഴക്കം പോലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭാഷാവശികളുടെ ആശീർവാദം. ഇപ്പോഴെന്താ നമുക്ക് മനസ്സിലായത്? ഈശോ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? എന്ത്? യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥമായി വിടത്തില്ല. എന്താ കാരണം? ശത്രു ഉള്ളത് കൊണ്ടാണ്. ശത്രുവിൻ്റെ വായിൽ ഞാൻ ഉയർത്തെഴുന്നേറ്റു, ഞാൻ സ്വർഗാരോഹണം ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ നിങ്ങൾ ഇട്ടും പോകത്തില്ലെന്നാ പറയണത്. കൈയടിച്ച് കർത്താവ് ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ നിങ്ങൾ ഇട്ടും പോകത്തില്ല. എന്താ കാര്യം? ശത്രു ഇവിടെ ഉണ്ട്, യുഗാന്ത്യം വരെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അനാഥയിടത്തില്ല. ലോകാവസാനം വരെ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടാകും. പക്ഷെ ഉണ്ടാവണത് കുഴപ്പമില്ല. ഈ ഉണ്ടാവണ ആളിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകണം. ഇറ്റ് ഈസ് അനദർ കേസ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ നമുക്കത് അനുഭവവേദ്യമാകണമെങ്കിൽ വേറെ വിഷയമാണത്. അതാണ് പ്രശ്നം. കർത്താവ് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടേ, എല്ലാവരുടെ കൂടെ ഉണ്ട്. പക്ഷെ അവർക്കത് അനുഭവവേദ്യമാകണമെങ്കിൽ അത് വേറെ ഫോർമാറ്റാണ്. എന്താ കാര്യമാണത്? ഈ ശത്രുവിനെ ചവിട്ടി നടക്കണ്ടേ? ചവിട്ടി നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല, ഉണ്ടാകണത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അധികാരം കിട്ടണം. ക്ലിയർ അല്ലേ? ലൂക്കായുടെ സുവിശേഷം 10:19 ലൂക്ക 10:19 എന്ന് പറഞ്ഞ്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. മത്തായി 13:28 എന്താ പറയണത്? ശത്രു ചെയ്ത പണിയാണെന്നല്ലേ. പിന്നെന്താ പറയണത്? യുഗാന്ത്യം വരെ 13:39 പറയുന്നു, യുഗാന്ത്യം വരെ ശത്രു കൂടെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് ഈശോ കൂടെ ഉള്ളതെന്നാണ് 28:20 മത്തായിയുടെ സുവിശേഷം പറയണത്. ഈ ഉള്ള ഈശോ നമ്മൾക്ക് എങ്ങനെ അനുഭവവേദ്യമാകണത്? അവിടെയാണ് വിഷയം വരുന്നത്. അതായത് ഈ ശത്രുവിൻ്റെ മേൽ ചവിട്ട് നടക്കാൻ നമുക്ക് എന്ത് വേണം? അധികാരം വേണം. അധികാരമില്ലെങ്കിൽ നമുക്ക് ചവിട്ട് നടക്കാൻ പറ്റത്തില്ല. ശത്രുവിൻ്റെ മേൽ ചവിട്ട്. ഇപ്പം ചില ആൾക്കാർ ശത്രുവിൻ്റെ കടിമേടിക്കണം. എന്താ കാരണം? അധികാരമില്ലാത്തത് കൊണ്ടാണ്. 10:38 പറയാം. 10:19 ലൂക്ക 10:19 ഇതാ സർപ്പങ്ങളുടെയും പറഞ്ഞ് തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. അപ്പൊ ഈ ശത്രു യുഗാന്ത്യം വരെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അധികാരം വേണം അല്ലെ? അധികാരം ആരാ തരണത്? ഈശോ. ഈശോ യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ ഉള്ളത് ശത്രുവിന്റെ മേൽ ചവിട്ട് നടക്കാൻ എനിക്കും നിനക്കും അധികാരം തരാൻ വേണ്ടിയാണ്. കൈ അടിച്ചു കടത്ത
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും. ഈ അധികാരം നമ്മൾക്ക് എങ്ങനെ കിട്ടും? ശത്രു നമ്മുടെ കൂടെയുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളെ സംരക്ഷിക്കാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ശത്രുവിനെ പ്രതിരോധിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? അധികാരമാണ്. അധികാരം ആര് തരുന്നതാണ്? ഈശോ തരുന്നതാണ്. അധികാരം നമ്മൾക്ക് എങ്ങനെ കിട്ടും? അധികാരം ആർക്കാണ് ആദ്യം കിട്ടിയത്? നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞ ആരോടാ പറഞ്ഞിരിക്കുന്നത്? നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന് ഈശോ ആരോടാ പറഞ്ഞത്? പത്രോസ്. ശത്രുവിൻ്റെ പണി നിന്റെ അടുത്തിന് നടക്കത്തില്ല. കൈയടിച്ച് കർത്താവ് അധികാരം ഈശോ തരുമെന്നാ പറഞ്ഞത്. അധികാരം കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ശത്രുവിൻ്റെ പണി നമ്മുടെ മേലെ ഏക്കത്തില്ല. എങ്ങനെയാ? അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറഞ്ഞത്, നരക കവാടങ്ങൾ നിന്റെ മേൽ ഇനി പ്രബലപ്പെടത്തില്ല, ഞാൻ നിനക്ക് അധികാരം തരും. അല്ലേ? അധികാരം കിട്ടുമ്പോഴല്ലേ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ലൂക്കാ 10:19 ഇതാ ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ഈ അധികാരം ആർക്കാണ് ആദ്യം കിട്ടിയത്? പത്രോസിന്. പത്രോസിന് എങ്ങനെയാണ് ഈ അധികാരം കിട്ടിയത്? എപ്പോഴാണ് അധികാരം കിട്ടിയത് എന്നറിഞ്ഞാൽ നമുക്ക് ഈ അധികാരം കിട്ടാൻ എളുപ്പമാണ്. പത്രോസിന് എപ്പോഴാണ് ഈ അധികാരം കിട്ടിയത്? പത്രോസിനോട് ഈശോ പറഞ്ഞു, whom do you say that I am? ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? അപ്പോൾ ഈശോ അതായത് ഈശോയിൽ നമുക്ക് പല പല ബോധ്യങ്ങൾ ലോകത്തിനുണ്ട്. ഈശോ ഒരു നല്ല സാമൂഹ്യ പരിഷ്കർത്താവാണ്. മാർക്സിസ്റ്റുകാർ പറയും ലോകം കണ്ട ആദ്യ വിപ്ലവകാരിയാണ്. അങ്ങനെ കുറേ ചവർ വർത്തമാനങ്ങൾ ലോകത്ത് കേൾക്കാം. പക്ഷേ എനിക്കും നിനക്കും ഈശോ ആരാണ്? അതാ പ്രശ്നം. അങ്ങനെ ഓരോരുത്തരും പറയും. ഇപ്പം മുഹമ്മദിയർ പറയും ഈശോ പ്രവാചകന്മാരാണെന്ന് പറയും. മേ ബി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം. അനുഭവമില്ലാത്തവർ അങ്ങനെ പറയാം. അത്രയെങ്കിലും പറയുന്നത് അത്ഭുതമാണ്. പക്ഷെ എനിക്കും നിനക്കും ആരാ? യു ആർ ക്രൈസ്റ്റ് സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. നീ ക്രിസ്തുവാണ്. പത്രോസിന്റെ കൂടെ നമ്മൾ പറയും നീ ക്രിസ്തുവാണ്. എങ്ങനെയുള്ള ക്രിസ്തു? ജീവിക്കണം ദൈവത്തിന്റെ പുത്രനായ യേശു, ലോകത്തിന്റെ രക്ഷകനായ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം 19-ാം വാക്യം അവിടെയാണ് പറയണത്. എന്താണ്? യു ആർ ക്രൈസ്റ്റ് സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. നീ ക്രിസ്തുവാണ്. പത്രോസ് പറയും അല്ലേ, whom do you say that I am? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു. അത് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ, ഒന്ന് പറഞ്ഞേ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ശമയോൻ ബാർജോനായോർ, യു ആർ റോക്ക് ഇൻ ദിസ് റോക്ക് ഐ വിൽ ഷോ. നീ പാറയാണ്. ആര്? പത്രോസിന് പറഞ്ഞല്ലേ? ഈശോ പറഞ്ഞല്ലേ? വിശ്വാസം ഏറ്റു പറയുന്ന വ്യക്തി ഈശോ പറയും യു ആർ റോക്ക്, നീ പാറയാണെന്ന്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമക്കളെ, ഓരോ സമയവും വിശ്വാസം പ്രഖ്യാപിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? കാര്യങ്ങൾ പോകുന്ന പോക്ക് കണ്ടില്ലേ? കർത്താവിൻ്റെ വെളിപാട് വന്ന് കറങ്ങിത്തിരിഞ്ഞ് ഒടിഞ്ഞു മടങ്ങി വരുന്ന കണ്ടില്ലേ? ശൂന്യംകാരി എങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചത്? അവളുടെ മക്കളില്ലായ സമയത്തും അവൾ വിശ്വാസം ഏറ്റുപറഞ്ഞു. ആ മകൻ മരിച്ചപ്പോഴും അവൾ വിശ്വാസം ഏറ്റുപറഞ്ഞു. ദൈവവേദന, കഠിന ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ, ഇവളുടെ കാര്യങ്ങൾ ദൈവം എന്നിൽ നിന്ന് മറച്ചു കളഞ്ഞല്ലോ എന്ന്. ദൈവം നമ്മളിൽ നിന്ന് മറച്ചാൽ എന്താ? എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഗസ്റ്റുകൾ ഉണ്ടല്ലോ, അത് മാത്രം എനിക്ക് മതി. കൈയടിച്ച് കർത്താവിനെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ശൂന്യംകാരി എന്താ ചെയ്തത്? ഈ അധികാരം മേടിച്ച ആളാണ് ശൂന്യംകാരി. ഗഹാസിയുടെ ഏലിയായുടെ അരപ്പട്ടയും ഏലിയായുടെ അംശവടിയും ആത്മാവിൽ വാങ്ങിച്ച ആളാരാണ്? ശൂന്യംകാരിയാണ്, ഗഹാസി അല്ല. അതുകൊണ്ടാണ് ഏലിയാവിൻ്റെ അരപ്പട്ടയും ഏലിയാവിൻ്റെ അംശവടിയും ഗഹാസി കൊണ്ടുവന്ന് കൊച്ചിൻ്റെ മേൽ വെച്ചപ്പോൾ കൊച്ച് കണ്ണും തുറന്നില്ല, മരവിച്ച പോലെ കിടന്നു. ഇല്ലേ?
ഇപ്പോഴാത്മാവിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രഭു, ഞാൻ അങ്ങൻ്റെ കൂടെ വരാതെ, അങ്ങയുടെ കൂടെയാണ് ദൈവം, അങ്ങയുടെ കൂടെ വരാതെ ഞാൻ പോവത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇസ്രയേലിൻ്റെ ഒരു ദൈവമുണ്ട്. നമ്മൾ 1 രാജാക്കന്മാരുടെ 18:46 നമ്മൾ വായിക്കുന്നത് എന്തിനാണ്? ഒരു സിറിയക്കാരനായ നാമാൻ കുഷ്ഠരോഗിയായിരുന്നവൻ അല്ലേ? ആ കുഷ്ഠരോഗിയായിരുന്ന അവനോട് അവൻ്റെ ദർബാറിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന ഇസ്രായേൽക്കാർ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ കുഷ്ഠരോഗം മാറണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ സത്യദൈവമുണ്ട്. നീ പോയി ഏലിയാനെ കണ്ടു കഴിഞ്ഞാൽ ഏലിയ പറയും എന്ത് ചെയ്യണമെന്ന്. അപ്പോഴും ഒരു കൊട്ട പൊന്ന്, ഒരു കൊട്ട തങ്കം, ഒരു കൊട്ട വെള്ളിയായിട്ട് ഈ പ്രധാനമന്ത്രി ധനകാര്യമന്ത്രി ഏലിയാവിനെ കാണാൻ വരുമ്പോൾ ഏലിയ എന്നാ പറയണത്? പോയി ജവഹർലാൽ നദി മുങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴെന്താ? അബാന എന്ന നദി ഞങ്ങൾക്കുണ്ട്. ഇറാഖിലെ അബാന നദി, മെസപ്പൊട്ടേമിയയിലെ അബാന നദി ഉണ്ട്. അത് സിറിയ വഴി ഒഴുകണാണ്. തെളിഞ്ഞ നീര്, കണ്ണുനീര് പോലെ വെള്ളമുള്ളപ്പോൾ ഈ പൊട്ടക്കുളത്തിൽ ഞങ്ങളെന്തിനു വന്ന് മുങ്ങണം? അയാൾ നമ്മളെ കളിയാക്കിയതാണ്, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയും. വിശ്വാസ വഴികളിൽ ചില സമയത്ത് ഇതുപോലുള്ള പരീക്ഷണം ഉണ്ടാകും. അപ്പോഴേ എന്തെന്നാ പറഞ്ഞത്? സിറിയക്കാരൻ നാമാൻ്റെ ഭൃത്യം പറഞ്ഞു, ആരെങ്കിലും ഒരു കൗൺസിലേഴ്സ് ഉണ്ടാകണ്ടേ? കൗൺസിലേഴ്സിൻ്റെ റോൾ ഇവിടെയാണുള്ളത്. ദൈവത്തിൻ്റെ വചനം മനസ്സിലാവാതെ ദൈവജനം പിരിഞ്ഞു പോകുമ്പോൾ കൗൺസിലേഴ്സ് അവരെ പിടിച്ചു നിർത്തി പറയണം, അങ്ങനെയല്ല, ഏതായാലും നമ്മളിവിടെ വരെ വന്നില്ലേ, വന്ന സ്ഥിതിക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നതായിരിക്കുമെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകും, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഒന്ന് പോയി കുളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞത്, സിറിയക്കാരൻ നാമാൻ്റെ ഭൃത്യനായ കൗൺസിലർ പറഞ്ഞപ്പോൾ അയാൾ മനസ്സിലാക്കി, എന്നാൽ പോയി കുളിച്ചേക്കാന്ന് വിചാരിച്ച് 1 2 3 4 5 7 മുങ്ങിപ്പൊങ്ങിയപ്പോഴുണ്ട് പുഷ്പം പോലെ ഇരിക്കണം നാമാൻ. കൈയെടുത്ത് കർത്താനത്തോടെ അവസാന ഈശോ എന്നാ വെളിപ്പെടുത്തിയത്? ഗഹാസിയ വടി കൊണ്ടുപോയി, വടി കൊണ്ടുപോയി, അരപ്പട്ട കൊണ്ടുപോയി മരിച്ചു കിടന്ന കുഞ്ഞിൻ്റെ മേത്തിട്ടിട്ട് കുഞ്ഞ് കണ്ണ് തുറന്നില്ല. അതറിയാമായിരുന്നു, ആത്മാവറിയാമെന്ന് ശൂന്യക്കാർ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ കൂടെയാണ് ദൈവം, ദൈവത്തിനും കൊണ്ടല്ല ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. കുട്ടിയില്ലായിരുന്ന കാലത്ത് അധികാരം പ്രാപിച്ചവളാണ് അവള്. എന്താ കാര്യം? കുട്ടിയില്ലായിരുന്ന കാലത്ത് നിരാശനാകാതെ അവൾ അധികാരം പ്രാപിച്ചു. ദൈവപുരുഷനെ അവൻ്റെ ദൈനംദിന കാര്യങ്ങളിലും അവൻ്റെ അലച്ചിലുകളിലും ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ അവൾ നിന്ന് വിശ്വാസം ഏറ്റുപറഞ്ഞ് ശൂന്യങ്കാരി അധികാരം പ്രാപിച്ചവള് ഉദരത്തിൽ കർത്താവ് അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരം പ്രാപിച്ചു. ദൈവവേദനെ ശത്രുവിന്റെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം തരാൻ കർത്താവിന് കഴിയുമെങ്കിൽ അധികാരം തരാൻ വേണ്ടിയാണ് കാലത്തിന്റെ അവസാനം വരെ കർത്താവ് നമ്മളും ഉണ്ടാവണമെങ്കിൽ ഈ അധികാരം എങ്ങനെ പ്രാപിക്കാമെന്നാണ് കർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്, വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ഓരോരോ അശനിപാതങ്ങളിലെ ശൂന്യക്കാരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ ദുർഘട ഘട്ടങ്ങളെല്ലാം ദൈവത്തെ വിട്ടുപിരിയാതെ, ദൈവത്തിന് പിന്മാറാതെ, മനസ്സ് കെടാതെ ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ ശൂന്യക്കാരി അധികാരം പ്രാപിച്ചു. ആ ദൈവത്തെയാണ് പത്രോസ് പറയണത്, യു ആർ ക്രൈസ്റ്റ്, നീ കർത്താവാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകുമെന്ന് 57 പത്രോസ് ചോദിക്കുന്നുണ്ട്. കാരണം നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ ദൈവവേദന. എന്റെയും നിന്റെയും ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പക്കലേക്ക് പോകാം. ഒന്നെങ്കിൽ ശുദ്രക്കാരൻ, അല്ലെങ്കിൽ ജ്യോത്സ്യൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേഷങ്ങള്. അങ്ങനെ മനുഷ്യന് അനാദികാലം മുതൽ ശത്രു കൂടെ ഉണ്ടെന്നാണ് ഇപ്പൊ ഈശോ പറയണത്. അങ്ങനെ ശത്രു കൂടെ ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ തുരത്തിക്കൊണ്ട് അധികാരം സ്ഥാപിക്കാനുള്ള ഒറ്റമൂലി യേശു ക്രിസ്തുവുള്ള വിശ്വാസമാണെങ്കിൽ എന്റെ സങ്കടങ്ങള്, നിന്റെ സങ്കടങ്ങള്, എന്റെയും വിശ്വാസത്തെ യേശു ക്രിസ്തുവില് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരം പ്രാപിച്ചുകൊണ്ട് നരകവാടങ്ങൾക്കെതിരെ ശത്രു പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. പത്രോസിനോട് ഈശോ എന്നാ പറഞ്ഞത്? പത്രോസ് വിശ്വാസം ഈശോ മിശിഹായാണെന്ന്, രക്ഷകനാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പത്രോസിനോട് ഈശോ എന്നാ പറഞ്ഞത്? നീ പാറയാണ്, സ്വർഗരാജ്യത്തിന് താക്കോലുകൾ ഞാൻ നിനക്ക് തരുമെന്നല്ലേ? അതാണ് അധികാരം. സ്വർഗരാജ്യത്തിന് താക്കോൽ നിനക്ക് തരും. നീ ഭൂമി കെട്ടുന്നത്
ഞാൻ സ്വർഗത്തിലും കെട്ടിയിരിക്കും, ഭൂമി അഴിക്കുന്നത് സ്വർഗത്തിലും അഴിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിന് കർത്താവ് അധികാരം കൊടുത്തത്. ഇതുപോലെ നമുക്കും അധികാരം പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് മാർത്തായുടെ സുവിശേഷം. മാർത്തായുടെ സുവിശേഷമില്ലേ, ലാസർ സ്വന്തം ആണും തൂണും തുണയും തണലുമൊക്കെ ആയിരുന്ന ലാസർ മരിച്ചപ്പോൾ, കർത്താവ് വരാൻ വൈകിയപ്പോൾ, വിശ്വാസം പ്രതിസന്ധിയായപ്പോൾ, കർത്താവ് വന്ന് ചീഞ്ഞ് പുഴുവായപ്പോഴാണ് കർത്താവ് വന്നതല്ലേ. അപ്പോഴും മാർത്ത ഈ അധികാരം പ്രഖ്യാപിച്ചു. ഭർത്താവ് പറഞ്ഞില്ലേ, കർത്താവേ 4 താക്കോലാണ് അവൾ ഉപയോഗിച്ചത്, 4 പ്രാവശ്യം വിശ്വാസം പ്രഖ്യാപിച്ചു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അധികാരം എങ്ങനെയാണ് പ്രഖ്യാപിക്കണമെന്ന് മനസ്സിലാകും. എന്താണ്, വേലെടുത്ത ഒരാളുള്ളവനാണ് ചീഞ്ഞ് പുഴുവായിട്ട് അകത്തിരിക്കുന്നത്. അവൻ ചത്തിട്ട് 4 ദിവസമായി, കർത്താവ് പോലും തിരിഞ്ഞു നോക്കിയില്ല, വിശ്വാസം പ്രതിസന്ധിയിലായി. എന്നിട്ടും മാർത്ത വിശ്വാസം പ്രഖ്യാപിക്കും. എന്താണ്, കർത്താവ് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നെന്ന് എനിക്കറിയാം, നീ ചോദിക്കണം എന്തും ദൈവം തരുമെന്ന് ഇപ്പോഴും എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അന്തിമ നാളിൽ പുനരുത്ഥാന ഘട്ടത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ലോകത്തിലേക്ക് വരാറുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൈ എട്ടിച്ച് കർത്താവ് അവസാന സമയത്തേക്ക് നമ്മൾ അഭിഷേകത്തിലേക്ക് വരികയാണ്. അവസാനമായി എങ്ങനെയാണ് പത്രോസ് അപ്പോസ്തലനാണെന്ന് പറയാം, പക്ഷേ നമ്മളിലേക്ക് വരുമ്പോൾ മാർത്തായാണ് നമ്മുടെ പ്രതിനിധി. നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം മുട്ടിയിരിക്കുകയാണ്. ലാസർ മരിച്ചപ്പോൾ വരുമാനം മുട്ടി, ആണ് പോയി, തുണ പോയി, തണൽ പോയി, എല്ലാം പോയി, ചത്ത് ചീഞ്ഞ് പുഴുവായിപ്പോയി. അപ്പോഴും മാർത്ത എന്ത് ചെയ്യും? കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് 2 ദിവസം വൈകിയാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ നിന്നതല്ല പ്രശ്നം, നമ്മുടെ കൂടെ നിൽക്കണ കർത്താവിനെ മാർത്ത വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? നീ ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണ് ഞാൻ. അതല്ലേ പത്രോസ് പറഞ്ഞത്, യുവർ ക്രൈസ്റ്റ് സൺ ഓഫ് ദി ലിവിംഗ് ഗോഡ്. 10:16-19 മത്തായിയുടെ സുവിശേഷം എന്താ പറഞ്ഞത്? നീ ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണെന്ന് മാർത്ത പറയുമ്പോൾ 11:25 24 പറയുമ്പോൾ അത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാർത്ത പറഞ്ഞത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 16:16 പത്രോസ് പറയണത്. എന്താണ്? നീ ജീവിക്കണം ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവവേദലേ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയില്ല, കടമാണ്, വീടില്ല, 2 അബോർഷൻ കഴിഞ്ഞു, ജോലി നഷ്ടപ്പെട്ടു, നമുക്ക് രോഗമാണ്, ക്യാൻസറാണെന്ന് പറയുമ്പോഴൊക്കെ നീ മിശിഹായാണ്, ലോകത്തിലേക്ക് വരാൻ രക്ഷകനാണെന്ന് ഞാൻ മാർത്തായെപ്പോലെ ഏറ്റുപറയുമ്പോൾ, വിശ്വാസം യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുമ്പോൾ, കാർക്കസം കാണിക്കുമ്പോൾ, ശൂന്യക്കാരിയെ പോലെ ശരണം പ്രാപിക്കുമ്പോൾ നമ്മളറിയും ഈശോ ആരാണെന്ന്. നമ്മളെ ഈശോ ആരാണെന്ന് അറിയിക്കുവാനും നമ്മളെ ഈശോനെ സ്വീകരിപ്പിക്കാൻ വേണ്ടിയുള്ള പിതാവായ ദൈവത്തിൻ്റെ സമ്മർദ്ദ സകല തന്ത്രമാണ് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നു. കൈയടിച്ച് കർത്താവിനെ സുഖം. ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ജീവിത ദുരിതങ്ങൾക്കും ജീവിത നാശങ്ങൾക്കും ജീവിത പ്രതിസന്ധികൾക്കെതിരെയുള്ള അധികാരം പ്രാപിച്ച് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിക്കുന്ന അടയാളത്തിൻ്റെ സമയമാണ്. സന്തോഷമായിട്ട് എഴുന്നേൽക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരൻ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ അതേ ദൈവം നിന്നോട് പറയുന്നു. ദൈവവേദലേ, നീ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങൾ, നീ അനുഭവിക്കുന്ന കടങ്ങൾ നാളെ നീ കാണത്തില്ലെന്ന്. സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോരോഗി സുഖപ്പെടുത്തിയവനെ, തളവാരോഗി സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വലത് കരം തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും അങ്ങ് വയ്ക്കണമേ. കർത്താവേ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഓരോ വ്യക്തിയുടെയും ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ.
ക്യാൻസർ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അസ്ഥി ഉരുക്ക രോഗങ്ങള്, കരള് രോഗങ്ങള്, ഹൃദയ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പിൻകഴുത്തിന് ഇങ്ങനെ വാഴപ്പിണ്ടി പോലെ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നു. തല നേരെ നിൽക്കണില്ല. ചില ദിവസം കുഴപ്പമില്ല, 2 ദിവസം കുഴപ്പമില്ലെങ്കിൽ 7 ദിവസം പിന്നെ ഒടിഞ്ഞു മടങ്ങി. അതായത് 3 പിൻകഴുത്തിൻ്റെ കുഞ്ചിക്കുള്ള 3 കശേരികൾ അതിന് ഞരമ്പുകൾക്ക് ഞെരുങ്ങുന്നത് കൊണ്ടും അസ്ഥികൾക്ക് ബലമില്ലാത്ത കൊണ്ടും അസ്ഥി അവിടെ ദ്രവിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പൊ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മോണ അഴുക്കം വന്നിട്ട്, അതായത് താഴത്തെ പല്ലാണ്, താഴത്തെ താടിയാണ്, കിഴുത്താടിയാണ്, അതിൻ്റെ കൊമ്പല്ലുകളുടെ മോണ അഴുക്കം വന്നിട്ട് താഴേക്ക് മോണ ഇങ്ങനെ ചീഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതിൻ്റെ ചെവിട് കാണാവുന്ന പരുവത്തിലാണ്. പല മരുന്ന് കഴിച്ചിട്ട് സുഖപ്പെടുന്നില്ല. ഇപ്പോഴാ വ്യക്തിയെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ നിമിഷം സുഖപ്പെടുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിലും ഈ സൗഖ്യം വീണ്ടും സാക്ഷ്യം പറയാൻ വേണ്ടി ഈശോ നിന്നെ സഹായിക്കുന്നതാണ്. ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴേ രക്തസ്രാവം, നിലക്കാത്ത രക്തസ്രാവം 18 ദിവസം 14 ദിവസം നീണ്ടു നിൽക്കുന്ന മാത്രമല്ല, അതായത് ശരീരത്തിൻ്റെ അകത്തുള്ള പഴുപ്പോ ചലമ കൊണ്ട് മനുഷ്യനെ സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധവുമായി വരുന്ന രക്തസ്രാവത്തെ കർത്താവ് സുഖപ്പെടുത്തുന്ന ശരീരം മുഴുവൻ, പ്രത്യേകിച്ച് കൈകളാണ്. കൈയുടെ കക്ഷത്തിൻ്റെ ഇടത് കൈയുടെ കക്ഷത്തിൻ്റെ ഉള്ളിൽ 5-7 മുഴകൾ പോലെയുള്ള ചെറിയ മുഴയല്ല, കുരുക്കളുണ്ട്. ആ കുരുക്കൾ മാറണേയില്ല. എങ്ങനെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും ചൊറിച്ചിലായിട്ട് കൈ ഇങ്ങനെ കൂട്ടാൻ പറ്റുന്നില്ല. കൈ കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഏറ്റവും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അസ്ഥി രോഗികളെ, നടുവേദനക്കാരെ അങ്ങേക്ക് സമർപ്പിക്കുന്ന അമാശ രോഗികളെ, അൾസർ രോഗികളെ, അർസസ് രോഗികളെ, ഫിസ്റ്റുല രോഗികളെ, ഉദ്രാശ രോഗികളെ, ഗർഭാശയ മുഴകളെ, മുദ്രാശ കല്ലുകളെ യേശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് വീണ് പത വരും വൈന്ന് വലത് ചിറിയുന്നാണ് പത സാധാരണ ചീറ്റണത്. പിന്നെ കണ്ണിങ്ങനെ മലന്നു പോകും. ഇങ്ങനെ പെടഞ്ഞ് തളർന്ന് കരപ്പുറത്ത് കിടക്കുന്ന പച്ച മത്സ്യത്തെ പോലെ ഇങ്ങനെ കണ്ണ് മറിഞ്ഞ് മയങ്ങിപ്പോകും. ആ രോഗത്തിൽ നിന്ന് ഒരു വ്യക്തിയെ, ഒരു പുരുഷൻ, ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. രണ്ട് ബ്രസ്റ്റിനും അതായത് രോഗം കാരണം അതിന് നീളം വെച്ചിരിക്കുന്ന കിഴിമേൽ വേദനയുണ്ട്. അതിൻ്റെ കഴുത്ത്, ആ ബ്രസ്റ്റിൻ്റെ വേദന തോളയം തുടങ്ങിയിട്ട് വയറിലോട്ട് വ്യാപിച്ച് ഇങ്ങനെ കിഴിമേൽ കിടക്കുകയാണ്. ആ രോഗത്തിൽ നിന്ന്, വേദനയിൽ നിന്നും ആ മകളെ കർത്താവ് സുഖപ്പെടുത്തുന്ന. ഹല്ലേലൂയ. ഇപ്പോൾ കാണുന്നത് അസ്ഥി പഞ്ജരമാണ്. അതായത് നമ്മുടെ നടുവെല്ലിൻ്റെ ബാക്കിലുള്ള അസ്ഥി പഞ്ജരങ്ങൾ, അത് കഴുത്ത് തൊട്ട് താഴേക്ക് ഇങ്ങനെ അസ്ഥി മൊത്തം കാണുന്നു. അസ്ഥിക്കൂട് മൊത്തം തണ്ടല് വരെ, നട്ടല് വരെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നീര് വന്ന പോലെ വേദനിക്കുന്ന അസ്ഥി രോഗിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന. ഹല്ലേലൂയ. പ്രാർത്ഥി. കർത്താവായ ദൈവമേ, എല്ലാ വാതരോഗികളെയും, വെരിക്കോസ് രോഗികളെയും, വിശപ്പ് രോഗികളെയും, മനോരോഗികളെയും, ഉറക്കമില്ലാത്തവരെയും, പ്രഷർ രോഗികളെയും, ഷുഗർ രോഗികളെയും, പാൻക്രിയാസിന്റെ അസുഖമുള്ളവരെയും, ഓരോ ഗ്രന്ഥികളിലെ വീക്കമുള്ളവരെയും, മസ്തിഷ്കത്തില് കേടുള്ളവരെയും, മസ്തിഷ്കത്തില് മുള വരുന്നവരെയും, ഈ ഞരമ്പുകളെ അസ്ഥിക്കിടയില് ഞെരുങ്ങിപ്പോവുകയും ചെയ്യുന്നവരെ യേശുവിന്റെ നാമത്തിൽ, ആരാധ്യമായ ദൈവസന്നിധിയിൽ ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. സൗഖ്യം നൽകുന്നതിനെ സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിത അവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥ, ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയ ആ സാഹചര്യം, പൈസ കൊടുത്തിട്ട് നമുക്ക് പൈസയും കിട്ടണില്ല, ജോലിയും ഇല്ലാത്ത അവസ്ഥ,
വീടില്ലാത്തവര്, പറമ്പ് സ്ഥലമില്ലാത്തവര്, കുടുംബത്തിലെ കലഹങ്ങൾ മാറാതെ നിൽക്കുന്നവര്, ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവര്, കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുന്നവര്, മക്കളില്ലാത്തവര്, വിവാഹ തടസ്സമുള്ളവര്, 55 വയസ്സ് വരെ ഇപ്പോഴും ഇന്ന് വിവാഹത്തിന് വേണ്ടി കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങൾ ചിരിക്കാൻ പറയുകയല്ല, സീരിയസ് ആയിട്ട് പറയുകയാണത്. ഓരോ മനുഷ്യൻ്റെ സാഹചര്യം അവർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. അവരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. ഇപ്പം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അതൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കണ്ണുനീരോടെ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിവാഹ തടസ്സമുള്ളവരെ ഓ ആരാധനെ അങ്ങേ കേൾപ്പിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളില്ലാത്തവരെ ഈ ആരാധനയില് അങ്ങേ കേൾപ്പിക്കുന്നു. ഈശോയെ, സ്ഥലമില്ലാത്തവരെ, വീടില്ലാത്തവരെ, ജപ്തി നടപടി വരാൻ പോകുന്നവര്, വന്നു പോയവര്, സാമ്പത്തിക കടങ്ങളാല് കുരുക്കിടന്നിട്ട് വഴി കാണാത്തവര്, യേശുവിന്റെ നാമത്തിൽ പ്രിയമുള്ളവരെ, മാനസിക രോഗങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, അകലങ്ങളിൽ ജോലി ചെയ്യുന്നവര്, അവരുടെ അധാർമികതകളും ധാർമ്മികതയും ജോലിക്ക് വേണ്ടി അലച്ചിലുകൾ, കുടുംബക്കാരുമായിട്ട് ബന്ധമില്ലാത്തവര്, എത്ര വിളിച്ചാലും ഫോൺ എടുക്കാതിരിക്കുന്നവർ, അഥവാ വിളിക്കണമെങ്കിൽ ചൂടാകുന്ന കാരണം വിളിക്കാൻ പേടിയായി, അങ്ങനെ പലതരത്തിലുള്ള ബന്ധനങ്ങളിലാണ് മനുഷ്യന്മാർ വേദനിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഈശോനോട് പറയണ സമയമാണ്. മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കൊന്നും കാര്യമാകത്തില്ല. പക്ഷേ നമ്മുടെ ദുഃഖവും നമ്മുടെ വിഷമവും നമുക്കും ഈശോയ്ക്ക് മാറ്റി അറിയാൻ പറ്റത്തുള്ളൂ. അത് പറയാനാണ് നിന്നെ കർത്താവിടെ വിളിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, രഹസ്യവും പരസ്യവുമായ കുറെ സ്വകാര്യ വേദനകള് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില്, ഉറക്കം പോലും വരാത്ത അവസ്ഥയില് ശംഖ് നീറി, ഈശോയെ ഇതിനേക്കാൾ നല്ലത് മരിക്കുകയാണെന്ന് വിചാരിച്ച് വേദനിച്ച് സാത്താന്റെ പ്രലോഭനങ്ങളിലെ കിടക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ശക്തി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. മക്കളെ, പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ മക്കളെ നമ്മൾ ഓർക്കുന്ന സമയമാണ്. 10ാം ക്ലാസ്സുകാർ പരീക്ഷ എഴുതാൻ പോവുകയാണ്. കുറേ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും പേടിയാണ്. നിങ്ങളാണെങ്കിൽ അവരുടെ കഴുത്തേക്ക് എറിയണം എപ്പോഴും. അവർക്ക് നിങ്ങളെയും പേടിയാണ്, പരീക്ഷയും പേടിയാണ്, നിങ്ങളെയും പേടിയാണ്. ഇനി ദിവസങ്ങളൊന്നും കുഞ്ഞുങ്ങളെ പേടിപ്പെടുത്തരുത്, നിരാശപ്പെടുത്തരുത്, ഭീഷണിപ്പെടുത്തരുത്. കുഞ്ഞുങ്ങൾ അവർ പഠിച്ചതുപോലെ എഴുതട്ടെ. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പക്ഷേ ഇപ്പോഴ് നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, ഈ അൾത്താറ് അത്ഭുതങ്ങൾ കണ്ട അൾത്താറയാണ്. ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ കണ്ട അൾത്താറ്. അമ്മേ, ഞാൻ 30 മാർക്കിന് എഴുതിയുള്ള അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഈശോ 62 മാർക്ക് കൊടുത്തിരിക്കണം അല്ലേ? അത് ഈശോൻ്റെ ഗ്രേസ് മാർക്കാണ്. ഗ്രേസ് മാർക്ക് സ്പോർട്സ് നടത്തുമ്പോൾ മാത്രം കിട്ടണമല്ലേ? അത് കർത്താവിൻ്റെ കരുണയാണ് നമ്മുടെ ഗ്രേസ് മാർക്ക്, കരുണയുടെ മാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നിമിഷം വരെ പഠിച്ചെത്താത്തവരെ പഠിച്ചിട്ട് പഠിക്കുന്തോറും മനസ്സിൽ പതിഞ്ഞു നിൽക്കാതെ മറന്നുപോയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ കുഞ്ഞുമക്കളെ ഞങ്ങളുടെ വീട്ടില് നീ നിനക്ക് വേണ്ടി വളർത്താൻ ഏൽപ്പിച്ച നിന്റെ കുഞ്ഞുമക്കളെ ഞങ്ങളുടെ വീട്ടില് വേദനിച്ച് പഠിക്കുന്ന ആ മക്കളുടെ തലയില് ഓ കർത്താവേ, നിന്റെ വലതുകരം അത്ഭുതകരം ആത്മാവിന്റെ കരം ഈ നിമിഷം വെക്കണമേ. ദൈവത്തിന്റെ ശക്തിയുള്ള കൊടുക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളെ
കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറച്ച വസ്തു എടുക്കുക. പത്രം വാങ്ങാനുള്ള പൈസ എടുത്തേക്കണേ. ഹോൾ ടിക്കറ്റ് എടുക്കണേ. പേന എടുക്കണം. പേനയും ഹോൾ ടിക്കറ്റും. മക്കൾ പേനയും ഹോൾ ടിക്കറ്റ് എടുക്കുക. ഈശോ ദിവ്യകുർബാനയിൽ നിന്ന് നിന്റെ ഹോൾ ടിക്കറ്റിനെ ആശീർവദിക്കുന്ന സമയമാണ്. ഹോൾ ടിക്കറ്റൊക്കെ സൂക്ഷിക്കണേ. പേന എടുക്കണേ. പത്രം കൊടുക്കേണ്ട സമയമാണിത്. പ്രിയമുള്ളവരെ, ഇപ്പോഴേ ക്രിസ്ത്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. വർഷങ്ങളായി ഇപ്പോൾ നമുക്കറിയാം ഈ കൃപാസനം ഇപ്പോഴേ പഴയ ധ്യാനകേന്ദ്രമല്ല. വർഗീസ് സാർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പം അത് പ്രത്യക്ഷപ്പെട്ടത് അമ്മയുടെ പ്രത്യേകം നിർദ്ദേശപ്രകാരം ഞാനത് പരസ്യമായി വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ 2011 മുതലുള്ള ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങിയ കാലം മുതലുള്ള അനുഗ്രഹങ്ങൾ വ്യത്യാസമാണ്. അതായത് മനുഷ്യന് ഒരു കാലത്ത് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം തന്നെ ആ മകൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? അവൻ ഇവിടുത്തെ ഒരു സാക്ഷ്യം കേട്ടിട്ട് അവൻ കൊണ്ടുപോയി അവൻ്റെ പാസ്പോർട്ട് ആ മകൻ കൃപാസനം പത്രത്തിൽ വെച്ചപ്പോൾ 10 ദിവസം കൊണ്ട് 11.5 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയെന്ന്. മാതാവ് ഏറ്റപ്പെടുന്നതാണത്. ഇനി മാതാവ് ഇതിനൊക്കെ വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യും. എന്താ കാര്യം? ഞങ്ങൾ ഇനി ഒരു പേടിയുമില്ലാതെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന കാര്യം ഇനി സഭയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ സഭ അത് ഏറ്റെടുത്ത് പഠിച്ച് അതിൻ്റെ വസ്തുനിഷ്ഠ ശാസ്ത്രീയ വശം പറഞ്ഞ് ദൈവജനത്തെ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴും നിന്ന് ഭരിക്കുകയാണ് ഇല്ലേ? കഴിഞ്ഞ ദമ്പതി കൂട്ടായ്മയ്ക്ക് ഒരു ചേടത്തി ആ കുഞ്ഞ് മരിച്ചു പോകുമെന്ന്, വയറ്റിൽ കിടന്ന കുഞ്ഞ് മരിച്ചു പോകുമെന്ന് വിചാരിച്ചപ്പോൾ അവൾ ICUയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വയറെ വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച് ആരോഗ്യത്തോടെ പ്രസവിച്ചു. അമ്മേനും കിട്ടത്തില്ല കുഞ്ഞിനും കിട്ടത്തില്ല എന്ന് പറഞ്ഞ കേസാണത്. പക്ഷെ അത് മാതാവ് തീരുമാനിക്കും. മനസ്സിലായില്ലേ? അതാണ് മാതാവ് തീരുമാനിക്കണത്. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉള്ളവരെ അത് കളയരുത്. ഞങ്ങൾക്കിപ്പോൾ നൽകാനുള്ള അധികാരമില്ല. അത് സഭ ഇത് ഏറ്റെടുത്ത് കഴിയുമ്പോഴായിരിക്കും ഇനി അത് വീണ്ടും നൽകണത്. പക്ഷേ അടുത്ത മാസം വരെ ഞങ്ങൾ വേറെ പ്രാർത്ഥന നൽകും. എന്താ? സഭ ഇത് പഠിക്കാൻ ഏറ്റെടുത്ത് അതിൻ്റെ സത്യാവസ്ഥയ്ക്ക് സഭ അന്വേഷണം പഠനം ആരംഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് അതിനായ അടയാളങ്ങൾ കിട്ടണം. വസ്തുനിഷ്ഠമായ അടയാളം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് സഭയുടെ പ്രോസസ്സാണത്. അതിനുവേണ്ടി അടുത്ത മാസം വരെ നമ്മൾ വേറെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കിട്ടാത്തവർക്ക് ഈ പ്രാർത്ഥന ഞങ്ങൾ തരുന്നതായിരിക്കും അടുത്ത മാസം. പക്ഷേ പ്രത്യക്ഷീകരണം കിട്ടിയ മക്കൾ അത് കണ്ടിന്യൂ ചെയ്യണം. കാര്യം ഇപ്പോഴും നിന്ന് ഭരിക്കണം ആ അനുഗ്രഹം, ഒരു മാറ്റവും ഇല്ലാതെ. ഏത് ദമ്പതി കൂട്ടായ്മയായാലും ഉടമ്പടി കഴിഞ്ഞിട്ടും 1.5 വർഷമായാലും പഴയ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇപ്പോഴും മാതാവ് അതിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നിങ്ങൾ സാക്ഷ്യം കേൾക്കുക, നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കൃപാസനം ഇപ്പോഴും മുതൽ ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ഉടമ്പടിയുടെ ധ്യാനകേന്ദ്രമാണ്. ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്നവരാണ് ഇവിടെ ധ്യാനിക്കാൻ വരുന്നത്. അവരാണ് ഓരോരോ കാര്യങ്ങൾക്ക്. മറ്റുള്ളവർക്കെല്ലാം എല്ലാം അടയാളം കിട്ടണം. എന്താണെന്ന് അറിയാവോ? ഇപ്പോൾ വന്ന് കൃപാസനത്തിൽ വരാത്തവർക്ക് പോലും അടയാളമായില്ലേ? ആ ചേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ ഇത് നരകിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വാതിൽ തുറന്നപ്പോൾ എൻ്റെ സിറ്റ് ഔട്ടിൽ ആരോ കൊണ്ടുവന്ന് ഒരു പത്രം ഇട്ടെന്ന്. ഞാൻ പറയും മാതാവാൻ ഇട്ടെന്ന് പറയും. നിങ്ങളത് കേട്ടില്ലല്ലോ. ആര് കൊണ്ടുവന്ന് ഇടാനാ? ആരും കൊണ്ടുവന്ന് ഇടാൻ അവരാളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടി മാതാവാണ് കൊണ്ട് കൃപാസനം പത്രം ഇട്ടിട്ടുള്ളത്. എങ്ങനെയാണൊക്കെ ഞാൻ മനസ്സിലാക്കണത്. കാരണം ഇതിപ്പോൾ 2-3 കേസായി ഇതുപോലെ വരുന്നത്. അവരെ പത്രം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അസ്ഥി നേരെ നിന്നെന്നാണ്. ആ കുഞ്ഞിൻ്റെ കാര്യം കേട്ടില്ലേ? അസ്ഥി ഡിസ്ലൊക്കേറ്റ് ആയ കാരണം അതിന് പഴുപ്പ് കയറിയിട്ട് അനങ്ങാൻ പറ്റണില്ല. ആ കാല് മുറിച്ച് കഴിയണം, എൻ്റെ കുഞ്ഞ് മരിച്ചു പോകും. അതെല്ലാം ഉടമ്പടി തൈലം പൂശി ഒലിവെണ്ണ പൂശിയപ്പോൾ എല്ലാം നേരെയാകാൻ കണ്ടില്ലേ? ഇതെന്തൊരു സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്, സ്വർഗത്തിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് കൃപാസന. ശ്രദ്ധിക്കട്ടെ. ഹാസിറിയാറാമി പ്രിസലാ.
ഹല്ലേലൂയ. അതെല്ലാം ഞാൻ പറയണ്ട, ഞാൻ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. ഈ സാക്ഷ്യം പറഞ്ഞ ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. സാക്ഷ്യം സത്യമാണ് അറിയാൻ വേണ്ടി ഇവർ എഴുതിക്കൊണ്ടുവരുമ്പോൾ ഞാൻ പരിശോധിക്കും. ചില സാക്ഷ്യങ്ങൾ എനിക്ക് സംശയമുള്ളത് ഞാൻ പറയിപ്പിക്കത്തില്ല. സാക്ഷ്യം സത്യമാകണം. അതിൻ്റെ അകത്ത് പൊടിപ്പും തൊങ്ങലും ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതിശയോക്തി ഉണ്ടാകാൻ പാടില്ല, സത്യസന്ധവും വസ്തുനിഷ്ഠവുമായിരിക്കണം. അപ്പം അത് നോക്കിയിട്ടാണ് ഞാൻ സൈൻ ചെയ്താൽ മാത്രമേ ഇവിടെ പറയിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ ദമ്പതി കൂട്ടായ്മയ്ക്ക് 5 സാക്ഷ്യമാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. സാക്ഷ്യം കൊള്ളാം, പക്ഷേ ഇപ്പോഴത്തെ മാതാവിൻ്റെ രീതി അനുസരിച്ച് അത്രയും ക്വാളിറ്റി സാക്ഷ്യത്തിന് ഇല്ലാത്തതുകൊണ്ടാണ് മാറ്റിക്കളഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും മറുപടി ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ഉടമ്പടി പോണത്. അവർ ഉടമ്പടി ചെയ്യാത്തവർ എത്രയും വേഗം ചെയ്യണം. അച്ഛൻ്റെ പള്ളിയിൽ വരുമ്പോൾ തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ചയാണ് അച്ഛൻ്റെ പള്ളിയിൽ ഉടമ്പടി കൗൺസിലിംഗ് ഉള്ളത്. ബൈ ദ ബൈ, അടുത്ത തിങ്കളാഴ്ച അച്ഛൻ ഇല്ല. അടുത്ത തിങ്കളാഴ്ച ആരും വരരുത്. അടുത്ത തിങ്കളാഴ്ച ഞാൻ ട്രിവാൻഡ്രത്താണ്. അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച ആരും വരരുത്, സങ്കടപ്പെട്ട് പോകാൻ ഇടവരരുത്. അറിയാതെ വന്നാൽ നിങ്ങൾ വന്ന് മാതാവിനെ കണ്ടിട്ട് സന്തോഷമായിട്ട് പോയേക്കണം. അപ്പോൾ തിങ്കൾ ബുധൻ എല്ലാം സാധാരണഗതി തിങ്കൾ ബുധൻ വെള്ളിയാണ് അച്ഛനുള്ളത്. അടുത്ത തിങ്കളാഴ്ച ഇല്ലെന്നേ ഉള്ളൂ. അപ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ഛൻ്റെ പള്ളി വരുമ്പോൾ ആൾക്കാർ രണ്ടായിട്ട് തിരിക്കും. എന്താണ്? ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരും. അതൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഉടമ്പടി ചെയ്യാത്തവരെ ഉടമ്പടി ചെയ്യാൻ വേണ്ടി ക്ലാസ് കൊടുക്കാൻ വേണ്ടി മാതാവിൻ്റെ മുമ്പിൽ നിർത്തും. അവർക്ക് ബ്രദർ വന്ന് നമ്പർ കൊടുത്ത് കഴിയുമ്പോൾ ഞാൻ അവർക്ക് ക്ലാസ് കൊടുക്കും. അന്ന് തന്നെ ഉടമ്പടിക്കാരെല്ലാവരും കാണും, എവരിപടി കാണും. അവരവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ ചിലപ്പോൾ അനുഗ്രഹം കിട്ടിയെന്നും വരും. കാര്യം അത് നിങ്ങൾ വരുമ്പോഴേ നല്ലവണ്ണം വിശ്വസിച്ച് തെളിഞ്ഞ് വരണം. പിന്നെ ഉടമ്പടി ചെയ്തവരെ അവർ കൗൺസിലിങ്ങിലുള്ളവരാ. ഉടമ്പടി ചെയ്തവർ കൗൺസിലിങ്ങിലുള്ളതാണ്. ഇപ്പം ചില കാര്യം കൗൺസിലിംഗ് ചെയ്ത് നോക്കണം നമ്മളെ. അപ്പോൾ ഇന്നലെ ഒരു ചേച്ചി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്, അദ്ദേഹം വേറെ സ്ത്രീകളുമായിട്ട് ജീവിക്കുകയാണ്, ഞങ്ങൾക്ക് വരുമാനവും തരണില്ലെന്ന് പറഞ്ഞു. അപ്പം അതും ശരിയാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ എടുത്തിട്ട് മെസ്സേജ് എടുത്തപ്പോൾ ലൂക്ക 10:15 അവർ പറഞ്ഞു. 15:10 എന്ന് പറയുന്നത് ധൂർത്തപുത്രൻ വിദേശത്ത് പോയ കഥയാണ്. വേശ്യകളുടെ കൂടെ സ്വത്ത് പങ്കിട്ടാണ്. അവർ പറഞ്ഞാൽ ശരിയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് എൻ്റെ പഴയ അനുഭവം നോക്കാനാണെങ്കിൽ ഈ ലൂക്ക 10:17 ധൂർത്തപുത്രൻ മാനസാന്തരപ്പെടുന്നത്. അപ്പോൾ ഒരു അധ്യായത്തിന് 1 മാസമാണ്, അല്ലെങ്കിൽ 1 വർഷം ചിലർക്ക്. അപ്പോൾ ഒന്നെങ്കിൽ 7 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭർത്താവ് സുബോധം ഉണ്ടായി തിരിച്ചു വരും. അത്രേ ഉള്ളൂ. അതറിഞ്ഞിരിക്കണം. സുബോധം ഉണ്ടായി തിരിച്ചു വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ തോന്നിവാസം പറഞ്ഞ് അയാളപ്പനെയും അമ്മയ്ക്കും പറഞ്ഞ് പ്രാഗി നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കുരിശിൻ്റെ വഴി നടത്തി ഭർത്താവിൻ്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്താൽ മതി. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ക്ലിയർ അല്ലേ സംഭവം? അപ്പം ഇതിനാണ് കൗൺസിലിംഗ് വെക്കണം. ദൈവികമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പം ആ മകളോട് പറഞ്ഞു കേട്ടല്ലേ, അവൾ 16 വർഷം മുമ്പ് പറഞ്ഞാൽ നീ പോകണം, കാര്യം കുഴപ്പമാണ്, പക്ഷെ നീ അവളെ വെട്ടിച്ച് വിടണം. അവൾ മൂലം ആ കുടുംബത്തെ വീണ്ടെടുക്കാൻ അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇപ്പം അവൾ കർത്താവിൻ്റെ ഒരു മാലാഖിയായിട്ട് അവിടെ നിൽക്കുക. ചിലപ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം അതായിരിക്കും. അപ്പോൾ ദൈവം ഏൽപ്പിച്ചുകൊണ്ട് നമ്മളതിൻ്റെ അർത്ഥം പറഞ്ഞ് നമ്മൾ ആത്മാഭിമാനത്തോടെ ആത്മധൈര്യത്തോടെ അവിടെ നിൽക്കും. കർത്താവിൻ്റെ അപ്പോസ്തലനായി. ഈ ദൈവിക പദ്ധതി അറിയാൻ വേണ്ടിയാണ് കൗൺസിലിംഗ് നടക്കുന്നത്. പൈസ പോയി ഇപ്പം 11 ലക്ഷം രൂപയല്ലേ പോയത്, 12 ലക്ഷം കിട്ടുമോ? ഇല്ലേ? എപ്പോൾ കിട്ടും? ഒരു ചെടുത്ത് എന്നോട് നോക്കാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് അപ്പം തന്നെ ഒരു ഫോറിൻ ജോലി വന്നു, 1 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു, ഡിസംബർ ജോലി തരാമെന്ന് പറഞ്ഞു, ഞങ്ങൾ കൊടുത്തു. ഇപ്പോൾ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ആയിട്ട് ജോലി കിട്ടിയില്ല. ഞാൻ പറഞ്ഞു അത് നോക്കണ്ടേ, ഈ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ മുമ്പേ ഒരു 150 രൂപ മുടക്കി കൃപാസനത്തിൽ വന്നിട്ട് ഈ 1 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് 150 രൂപ മുടക്കി കൃപാസനത്തിൽ വന്നിട്ട് അത് നോക്കണ്ടേ, ഫ്രോഡാണോ ഫേക്കാണോ? പക്ഷെ അങ്ങനെ വരുമ്പോൾ കുഴപ്പമുണ്ട്. ഉടമ്പടി പേപ്പർ കയ്യിലുണ്ടാവണം. ഉടമ്പടിക്ക് 4 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാര്യം? വെറുതെ ഒന്നും നോക്കാൻ പറ്റത്തില്ല. ഉടമ്പടി ഉള്ളവിടെ നോക്കത്തുള്ളൂ, കൗൺസിലിംഗ് നടക്കത്തുള്ളൂ. അത് ചുമ്മാ നടക്കത്തില്ല. അത് ഉടമ്പടിയുടെ 3 പാപങ്ങളാണ്. 4 കാര്യങ്ങളാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കണം. എന്താണ്? 3 പാപങ്ങൾ ഉപേക്ഷിക്കുക. ചില ആൾക്കാരുടെ ഉടമ്പടിയുടെ ചില ആൾക്കാർ ഇട്ട് കളഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ മടി പിടിച്ചിരുന്നിട്ടുണ്ട്. അതാണ് ഈ ലാഗ് ചെയ്യണത്. അല്ലെങ്കിൽ ലാഗ് താമസിക്കേണ്ട കാര്യമില്ല. ഉടമ്പടിക്ക് 4 കാര്യങ്ങളുണ്ട്. 3 പാപങ്ങൾ ഉപേക്ഷിക്കണം. ചില ആൾക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് 3 പാപം ഉപേക്ഷിച്ചത്? 3 ഏതാണെന്ന് ഓർക്കണത്, ഏത് പാപമായിരിക്കും? അങ്ങനെയൊക്കെ ഉള്ള ലക്കിൽ ലഗാനും ഇല്ലാതെ ഇപ്പോഴും ഉടമ്പടിക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്.
ആ കക്ഷികളെല്ലാം എത്രയും വേഗം വന്ന് ഉടമ്പടി പുതുക്കണം. പുതുക്കിയിട്ട് ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ് അവർ രോഗകാര്യവും അവിടുന്ന് ഇവിടുന്ന് ക്ലാസ് കേട്ട കാര്യങ്ങളൊന്നും കെട്ടിയെഴുന്നള്ളിക്കാതെ മര്യാദക്ക് അച്ഛൻ തന്നിരിക്കുന്ന രീതി അനുസരിച്ച് ഉടമ്പടി പുതുക്കാനുള്ള കാര്യങ്ങളാണ് കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടത്. കൗൺസിലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു കൗൺസിലർ ആരണ്ടിക്കും ദശാംശം ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട്, എന്തെങ്കിലും കൗൺസിലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് എന്നെ അറിയിക്കാൻ ബാധ്യസ്ഥയാണ് നിങ്ങളെ. കാര്യം കർത്താവിൻ്റെ ശുശ്രൂഷയാണ്, പിശാച് മുതലെടുക്കരുത്. ഇവിടെ പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യം. അരൂപി കുറഞ്ഞ അപ്പച്ചൻ അടിച്ചു കളയും. അതുകൊണ്ടാണ് ഈ ധ്യാനകേന്ദ്രം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് കൗൺസിലിംഗ് സ്ഥലം ആരായാലും അരൂപിക്ക് നടക്കാത്ത എന്തെങ്കിലും അവിടെ എത്താനുണ്ടെങ്കിൽ ഐ മസ്റ്റ് നോ ഇറ്റ്, എന്നോടത് നിങ്ങൾ പറയണം. ആളെ ഒന്നും പറയേണ്ട കാര്യമില്ല, എനിക്കറിയാൻ പ്രാർത്ഥിക്കുമ്പോൾ ആളെടുക്കാൻ. പക്ഷേ ഇങ്ങനെ ഉണ്ടായെന്ന് പറയണം. കാര്യം നമ്മൾക്ക് പിസ്തിയിലേക്ക് ഉള്ള യാത്രയാണ് നമ്മുടേത്. ദൈവമാണ് മഹത്വപ്പെടേണ്ടത്. ഇത് ദൈവരാജ്യത്തിൻ്റെ ധ്യാനകേന്ദ്രമാണ്. അമ്മമാതാവാണ് എൻ്റെ കാവൽക്കാരത്തി. അപ്പോൾ ഇവിടെ കാല് ചവിട്ടാനിടയായ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ചിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ ഇവിടെ നിന്ന് വിടത്തുമില്ല, ഉറപ്പായിട്ടും. കാര്യം അമ്മമാത പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു ധ്യാനകേന്ദ്രമാണ്. എനിക്കത് പറയാൻ അഭിമാനമാണ് ശരിക്കും. എനിക്ക് അതേപോലെ തന്നെ വേദനയുമുണ്ട്. കാര്യം നമുക്കതിനുള്ള യോഗ്യതയില്ലല്ലോ. എന്നിട്ടും അമ്മ എന്തിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ചിന്തിക്കാറുണ്ട്. എനിക്ക് കുഞ്ഞുനാൾ മുതൽ വിശ്വാസമുണ്ട്, ഭയങ്കര വിശ്വാസവും ഭക്തിയുമുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മുടെ യോഗ്യത നോക്കി ആയിരിക്കത്തില്ല, ജനങ്ങളോടുള്ള അമ്മയുടെ വാത്സല്യം കൊണ്ടായിരിക്കും. എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സഭ ഇത് ഏറ്റെടുത്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് അച്ഛന് അപേക്ഷ ഉള്ളത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി 3 പാപങ്ങൾ കഴിഞ്ഞാൽ അത് നിങ്ങൾ നോക്കണം. നോയമ്പ് കാലത്ത് ഇപ്പോൾ എളുപ്പമാണ് 3 പാപങ്ങൾ ഉപേക്ഷിക്കാൻ. രണ്ടാമത്തത് ഉപവാസമാണ്. ഇപ്പോൾ നോയമ്പ് കാലത്ത് ഒരു കുഴപ്പം വന്നിരിക്കുന്നത്, നമ്മുടെ ഉപവാസം മാതാവിൻ്റെ ഉപവാസമാണ്, ശനിയാഴ്ചയും ബുധനാഴ്ചയുമാണ്. ഇപ്പോൾ നോയമ്പ് കാലത്ത് നമ്മൾ വെള്ളിയാഴ്ച ഉപവസിക്കുന്നത്. അപ്പോൾ മക്കളത് വെള്ളിയാഴ്ച ആക്കിയാൽ മതി. നോയമ്പ് കാലം വരെ നമ്മുടെ ഉപവാസം വെള്ളിയാഴ്ച ആക്കിയാൽ മതി. വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴി നമ്മുടെ ഉപവാസം കൊണ്ട് ഒരുമിച്ച് പോയിക്കൊള്ളൂ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ഉപവസിച്ച് ബുധനാഴ്ച ഉപവസിച്ച് വരുമ്പോൾ ഒരു പരുവമാകും. അങ്ങനെ ദൈവം ഉദ്ദേശിക്കണില്ല. അതായത് നമ്മൾ പട്ടിണി നിൽക്കുമ്പോഴൊക്കെ ആത്മാവിന് വിശുദ്ധി ഉണ്ടാകുമോ ഇല്ലയെന്ന് നിങ്ങൾ നോക്കണം. അല്ലാതെ പട്ടിണി നിൽക്കണത് പട്ടിണി നിൽക്കണ പോലെ ഇരിക്കും. നോമ്പ് കാലത്തിൻ്റെ അരുവിയിലേക്ക് വരാൻ നോക്കണം പരമാവധി. മൂന്നാമത്തെ കാര്യം എന്താ, എല്ലാ മാസവും ഒരു പ്രാർത്ഥന കൂടിയിരിക്കണം, ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി മൂന്നാമത്തെ കാര്യം എന്താ, എല്ലാ മാസവും ഒരു പ്രാർത്ഥന കൂടിയിരിക്കണം. 1-ാം ചൊവ്വാഴ്ച അല്ലെങ്കിൽ 1-ാം ചൊവ്വാഴ്ച അല്ലെങ്കിൽ 1-ാം ഞായറാഴ്ച. ഇനി ഈ മാസം ഒറ്റ ഉടമ്പടി പ്രാർത്ഥനയേ ഉള്ളൂ. എന്നാണത്? 3-ാം ചൊവ്വാഴ്ചയാണ്. പിന്നെ ഈ മാസം പ്രാർത്ഥന ഇല്ല. ഇനി ആകപ്പാടെ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഉടമ്പടി പ്രാർത്ഥന. അല്ലെങ്കിൽ തപസ്സുണ്ടെങ്കിൽ പിന്നെ ഉടമ്പടി തൽക്കാലം കൂടണ്ട. അച്ഛനെ കാണണമെങ്കിൽ തപസ്സിൻ്റെ പേപ്പറും പിന്നെ അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡും കാണിച്ചാൽ മതി. തപസ്സിൻ്റെ ചുമ്മാ കാർഡ് കാണിച്ചാൽ കൗൺസിലിംഗ് നടക്കത്തില്ല, പ്രേക്ഷിത പ്രവർത്തനം നടക്കണം. കാര്യം യേശുവിന് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിനെ അറിയാത്തവരറിയണം, പിന്നെന്ത് ചെയ്യണം? അറിഞ്ഞവരെ ആഴപ്പെടണം. ഇപ്പം ഇന്ന് മുഴുവനും പറഞ്ഞ കാര്യങ്ങളില്ലേ, അവസാനം ഞാൻ ഇങ്ങോട്ട് ഇന്ന് രാവിലെ ഇവിടെ വന്ന് 8:30 വന്ന് ഞാൻ കൗൺസിലിംഗ് കയറിയപ്പോൾ 10:30 1.5 മണിക്കൂറാണ് ഈശോ സംസാരിച്ചത്. അത് മുഴുവൻ എഴുതിയിരിക്കുകയായിരുന്നു നമ്മളെ മുഴുവനും. എന്താ ഞാൻ പുറത്തിറങ്ങി ഇന്ന് സംസാരിച്ചതാണ് അതിൻ്റെ പകുതി മുക്കാൽ ഭാഗങ്ങളും. അപ്പം ഈ സാധനങ്ങളാണ് നമ്മൾ പത്രത്തിലേക്ക് വരണത്. അത് വായിക്കുന്നവർക്ക് പ്രബുദ്ധത ഉണ്ടാവും, ആഴപ്പെടുക ഒരു വിശ്വാസത്തിൽ. കാര്യം ഞാൻ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ അനുഭവങ്ങൾ കർത്താവിൻ്റെ ഒരു ദിവസം കണ്ണീരാക്കുമ്പോൾ കർത്താവ് അതിനെ കൃപയാക്കുന്നത് പത്രാധിപക്കുറിപ്പിലൂടെയാണ്. അതുകൊണ്ടാണ് ഇത് എല്ലായിടത്തും പ്രചരിക്കണമെന്ന് പറയണത്. ഇപ്പം കൃപാസനത്തിൽ വരുന്നവരെല്ലാം ആരാ? പ്രേക്ഷിതരല്ലാത്തവരോട് ഞാൻ സംസാരിക്കാറുമില്ല, പ്രാർത്ഥിക്കും. കൗൺസിലിംഗ് നടക്കത്തില്ല. കൗൺസിലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഉടമ്പടി കഴിഞ്ഞ് കൗൺസിലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാർച്ച് മാസം നടക്കണമെന്നുണ്ടെങ്കിൽ മാർച്ച് മാസത്തിൽ പത്രം കാണിക്കണം, പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കാണിക്കണം. 200 പത്രം എടുക്കുന്ന, ഇപ്പം 400 പത്രം എടുക്കുന്നവരുണ്ട്. ചില ഹൈന്ദവ സഹോദരങ്ങളൊക്കെ 400 പത്രം എടുത്തിട്ട് ക്ഷേത്രപ്രദർശനം വരെ കൊടുക്കുകയാണ്. ഞാനത് പറഞ്ഞിട്ടില്ല, അവരെവിടെയെങ്കിലും കൊണ്ടേ കൊടുക്കണതാണ്. പക്ഷെ അവരുടെ 10% തീക്ഷ്ണതയില്ലാത്ത ക്രിസ്ത്യൻസ് ഉണ്ട്. അവർ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല, അച്ഛനെ കാണാൻ വന്നിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അച്ഛൻ ഓടിച്ചിടാത്തത്? കാരണം ഫലം തരാത്തതിനെ അവൻ നീക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേ, ദൈവരാജ്യത്ത് നീക്കിക്കളയും. ദൈവരാജ്യം ഫലം
അതായത് ഫലം തരാത്തതിന് നീക്കിക്കളയുമെന്ന്. അച്ഛനും അത് തന്നെ, ഈശോതാണ് പറഞ്ഞിരിക്കുന്നത്, ഫലം തരാത്ത നീക്കിക്കളയും. ഒന്നെങ്കിൽ ആത്മാവിൽ ബലം ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രേക്ഷിത ബലം ഉണ്ടാകണം, ഇല്ലെങ്കിൽ അത് ക്രമേണ നീക്കിക്കളയും. അപ്പം നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. ഇങ്ങനെ അച്ഛന്മാരെക്കുറിച്ചും സിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ തോന്നിയ വാസ്തവങ്ങൾ ഇങ്ങനെ കേൾക്കുകയും ചെയ്യും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഭാഗ്യമായ സത്യം ഉണ്ടാകും. അതൊക്കെ എക്കാലങ്ങളിൽ പിശാച് ചെയ്യണ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഒന്നുകൂടി നമ്മൾ ഉശിരോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളും വീണ് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മുന്നേറും. സത്യദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പോകുമ്പോഴേ ഇപ്പം എന്താണ് ഇത്രയും അറ്റാക്ക് വരണത്? സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയയിലും ഒക്കെ അറ്റാക്ക് വരുമ്പോൾ ജീവി തുറന്ന അച്ഛന്മാരെ കുറ്റപ്പറയല്ലേ നമ്മൾ കേൾക്കണത്? നല്ല കാര്യം വരട്ടെ, നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ വിശ്വാസികളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛന്മാരെ ഒന്ന് അത് അടിച്ചൊതുക്കാൻ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കർത്താവിനെ ഒതുക്കിയിടാൻ വേണ്ടി പിശാചുകാർ നോക്കിയില്ലേ? അത് വിജയിച്ചിരുന്നെങ്കിൽ, ഈശോ പ്രാർത്ഥന കൊണ്ടാണ് അത് വിജയിച്ചത്. ഈശോ അത് വിജയിക്കാതിരുന്നെങ്കിൽ ലോകം ഇന്നും ഇതുപോലെയുള്ള പാപത്തിൻ്റെ കൂമ്പാരമായി നരകമായി കിടന്നേനും. അപ്പോൾ സ്വാഭാവികമായിട്ട് സത്യസഭ നിലനിൽക്കുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു ബലഹീനമായ പാത്രത്തിലൂടെ എന്നിലൂടെ, ഇപ്പം നാളെ എന്നിലൂടെയാകും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സിസ്റ്റേഴ്സിലൂടെ ആകാം, നിങ്ങളിലൂടെയാകാം, ആരിലൂടെ പ്രാർത്ഥിച്ചാലും സത്യസഭ നിലനിൽക്കുമ്പോൾ ഇത്രയും അറ്റാക്ക് വരണേ എന്തുകൊണ്ടാണ്? അപ്പം ഇതിൽ സത്യം നിലനിന്ന് നിൽക്കുന്ന കൊണ്ട് ഇത് തകർത്ത് കളയാൻ വേണ്ടി ഒത്തിരി പേര് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ നമ്മളെന്നാ ഒരു മനുഷ്യനെ ഇടാന്ന് പോലും വിളിക്കണില്ലല്ല, ഇല്ലേ? നമ്മുടെ സഭ ആരെങ്കിലും ഒരു വാക്കിനെ മുഷിപ്പിക്കുക, ഒരു വാക്ക് കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കണില്ല. ഇവിടെ നന്മയും ചെയ്ത് ഇവിടുത്തെ രാജ്യത്തിന് വിദ്യാഭ്യാസം കൊടുത്ത് ഇവിടുത്തെ രോഗികളെ ശുശ്രൂഷിച്ച് ഇവിടെ ഇപ്പോൾ ബാക്കിയുള്ള വന്നതെല്ലാം സഭ കണ്ടുപിടിച്ചിട്ട് കൊടുത്തിട്ട് സഭയുടെ മാതൃകയാണ് എല്ലാവരും എടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ലോകത്തിൻ്റെ മേലുയർത്തപ്പെട്ട ദീപത്തിൻ്റെ സ്തംഭമാകുമ്പോൾ ഈ വിളക്ക് കെടുത്താൻ വേണ്ടി സാത്താൻ ഊതും. അതുകൊണ്ട് ചിലർ വീണു പോകും. അവർ ആ വീഴ്ച മുതലെടുത്തുകൊണ്ട് മറ്റു സാത്താന്മാർ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവേ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങളെയും പ്രസംഗങ്ങളെയും എല്ലാവരും വീണു പോകുമ്പോൾ ഏലിയ പറയും കർത്താവേ എല്ലാവരും വീണുപോയി എന്ന് പറയും. നിന്റെ പുരോഹിതന്മാരും വീണുപോയി, ഞാൻ മാത്രമേ അവശേഷിച്ചുള്ളൂ. ഏലിയ പറയുമ്പോൾ ദൈവം ചോദിക്കും, നീ എന്ത് ചെയ്യണം? ഞാൻ നിന്നെ കൊണ്ട് തീഷ്ണത കൊണ്ട് ജ്വലിക്കുകയാണ്. ഓരോരുത്തർ വീണു പോകുമ്പോൾ നമ്മൾ വീണു പോകാതിരിക്കണം. ആദ്യം പ്രാർത്ഥിക്കണം, എന്നിട്ട് വിശ്വാസത്തിന് തീഷ്ണത കൊണ്ട് നമ്മൾ ജ്വലിക്കണം. അല്ലാതെ അത് കേട്ടിട്ട് പള്ളിയിലും പോകാതെ പ്രാർത്ഥനയും ഇല്ലാതെ മക്കളുടെ അപ്പം പറയവേ എടി ദേ കേട്ടാ എന്തിനാ പള്ളിയിൽ പോണത് എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ നമ്മൾ തീഷ്ണത കൊണ്ട് ജ്വലിക്കണോ? പിശാച് ചിലപ്പോൾ നിൻ്റെ ഭർത്താവിലൂടെയും പ്രവർത്തിച്ചെന്ന് വരാം. കിട്ടണം നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി, നിൻ്റെ പള്ളിയിൽ പോക്കും കൃപാസനം പോക്കും മുടക്കാൻ വേണ്ടി TV കാണിച്ചുകൊണ്ട് അച്ഛന്മാർ തോന്നിയ ദിവസം പറയുമ്പോൾ നീ കെട്ടിയെടുത്ത് കൃപാസനത്തിൽ പോകണ്ടല്ലോ, എങ്ങനെയുണ്ട് കേൾക്കാന്ന് പറയും. അപ്പോൾ ഉടനെ നമുക്ക് മനസ്സിടിഞ്ഞ്. അപ്പം നമ്മൾ ഏലിയാവിനെ പോലെ തീഷ്ണതയുള്ളവരായിരിക്കും. ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ ഇല്ലാതെ നമുക്ക് വിശ്വാസം എങ്ങനെ പ്രഘോഷിച്ചിട്ട് ഞാൻ യേശുവിൻ്റെ ആളാണെന്ന് എങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും? വി മസ്റ്റ് പേ. ഇതൊക്കെ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതാണ്. വിശ്വാസത്തിന് പേയ്മെൻ്റ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്നത്. വി മസ്റ്റ് പേ. ഞങ്ങൾ പേ ചെയ്യും. പ്രാർത്ഥിച്ചും വിശ്വസിച്ചും ഏറ്റുപറഞ്ഞും പ്രഖ്യാപിച്ചും നമ്മൾ മുന്നേറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നാലാമത്തെ കാര്യം എന്താ? പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണതാണ്. ഇപ്പം 400 പത്രം മേടിച്ച് കൊടുക്കുന്നവരുണ്ട്. അവരാരാണ്? പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് അമേരിക്കയിൽ പോകാൻ വേണ്ടി പോണ ആൾക്കാരാണ്. ഞങ്ങൾക്ക് നിൽക്കാൻ നേരമില്ലെന്ന് പറഞ്ഞവർ പറയും, നിൽക്കാൻ നേരമില്ല, കുഴപ്പമില്ല, ഉടമ്പടി ചെയ്തിട്ട് നിങ്ങൾ 400 പത്രം മേടിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ട് അച്ഛനെ കാണാൻ കൗൺസിലിംഗ് നടത്താമെന്ന് പറയും. അതിൻ്റെ കൗൺസിലിംഗ് നടക്കത്തില്ല. പണ്ട് അങ്ങനെയുള്ളവരെ കൗൺസിലിംഗ് നടത്താറേ ഇല്ല. ഇപ്പം നടത്തും. ഇപ്പം നടത്തിയിട്ട് എന്ത് പറയും? അമ്മനെ പെങ്ങന്മാരെയും കൗൺസിലിംഗ് ഉടമ്പടി ഏൽപ്പിച്ചിട്ട് നിങ്ങൾ പോവുക, നിങ്ങൾ 400 പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എടുത്തിട്ട് വരാൻ പറയും. ഒരു പ്രാർത്ഥന കൂടി കഴിഞ്ഞിട്ട് അത്യാവശ്യം അച്ഛനെ കാണണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യമാണെങ്കിൽ അച്ഛനെ കാണാം. അപ്പോൾ 200 പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയാൽ മതി. ഇപ്പം ചില ആൾക്കാർ നാളെ ഇന്ന് 200 പത്രത്തിൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ നാളെ ആ പത്രം കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് നാളെ കാർഡും കൊണ്ട് വരരുത്. പത്രം മേടിക്കുന്നവരല്ല അച്ഛൻ കാണുന്നത്. ആരെ കാണുന്നത്? പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നവരെ കാണുന്നത്. ഈ ആഴ്ച 3 പേരെ പറഞ്ഞു വിട്ട്. അവർ പ്രേക്ഷിത പ്രവർത്തനം നടത്തില്ല, പത്രം മേടിച്ച് 400-ൻ്റെ 200-ൻ്റെ വിട്ടി വെച്ചിരിക്കുകയാണ്. സമയം കിട്ടുമ്പോൾ കൊടുക്കാനിരിക്കുകയാണ്. പക്ഷേ കൗൺസിലിംഗ് നടക്കത്തില്ല. കൗൺസിലിംഗ് വരുമ്പോൾ അത് നിങ്ങൾ തന്നെ കൊണ്ടുപോയി, ഒന്ന് റെയിൽവേ സ്റ്റേഷൻ, ഒന്ന് ബസ് സ്റ്റാൻഡ്, മാവേലി സ്റ്റോറ്, മെഡിക്കൽ സ്റ്റോറ്, യേശുവിനെ അറിയാത്തവരാ പകുതി കൊണ്ട് അറിയിക്കണം, അവിടെ കൊണ്ട് കൊടുക്കണം. മറ്റത് യേശുവിനെ അറിഞ്ഞവരെ അറിയിക്കണം. നിങ്ങൾ ആരാണെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധത കാണിച്ചാൽ എൻ്റെ അടുത്ത് നിങ്ങൾ വരേണ്ടി വരത്തില്ല.
വരുന്നതിന് മുമ്പ് കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിരിക്കും. കാര്യം നമുക്ക് തന്നിരിക്കണത് എന്താ? ഞങ്ങൾ ഈ കൃപാസനം ഇത്രയും വലിയ അടയാളം കാണിച്ചത് എന്താ? നമ്മൾ പ്രേക്ഷിത പത്രം മേടിച്ചിട്ട് കൃപാസനം നിങ്ങൾ തരുന്ന സ്വസ്ത്രക്കാഴ്ച കറണ്ട് ചാർജ് അടക്കാനുള്ള കാശാണ് എടുത്തിട്ട് സൗജന്യമായിട്ട് ആൾക്കാർ പ്രേക്ഷിതർക്ക് കൊടുത്തിട്ട് വട്ടിക്ക് കാശ് കൊടുത്തിട്ട് പത്രം മേടിച്ചിട്ട് സൗജന്യമായിട്ട് 7000 പത്രം വെച്ച് കൊടുത്തത്. അതിനുശേഷമാണ് ഈ പത്രത്തെ കർത്താവ് അനുഗ്രഹിച്ചത്. പ്രേക്ഷിത പ്രവർത്തനം ഭയങ്കരമാണ്. നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പത്രപ്രവർത്തനം. കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, എന്താണ്? പത്രം എല്ലാ മാസവും മേടിക്കണം. അച്ഛനെ കണ്ടാലും കണ്ടില്ലേലും 50 പത്രം മേടിക്കണം. ഈ പ്രേക്ഷിതന്മാരൊക്കെ നടന്നിട്ട് ഈ പ്രേക്ഷിതർ നടന്ന് ഒരു പത്രം 2 പത്രം കൊടുക്കില്ല. ആ പരിപാടി നിർത്തിയേക്കണം. ഒരു പത്രമൊന്നും കൊടുക്കേണ്ട ഒരു കഥയുമില്ല. ഈ ആൾക്കാരെ നന്നാക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ ചോള കള്ളത്തരമാണ്. ആത്മാർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 25 പത്രമെങ്കിലും മേടിക്കാനുള്ള കാശ് ഒരു മാസം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. ഉപവസിക്കണ കാശ്, ഇപ്പോൾ ഉപവാസമല്ലേ, നോൻപുകാലമല്ലേ. കർത്താവ് നമുക്കെന്താ പ്രശ്നം? കർത്താവിനെ അറിയട്ടെ. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരെന്താണ്? നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് പത്രം വിട്ട് കൊടുത്തിട്ടല്ലേ ആൾക്കാർ കർത്താവിനെ അറിയണത്. അപ്പം നല്ല പ്രവർത്തനം തന്നെ നടക്കണേ. അപ്പം അതുകൊണ്ട് 200 പത്രത്തിൻ്റെ ഒരു കാർഡുണ്ട്, പിന്നെ 100 പത്രത്തിൻ്റെ കാർഡുണ്ട്. 2 പ്രാർത്ഥന കൂടി കഴിഞ്ഞാൽ 100 പത്രത്തിൻ്റെ കാർഡ് ഉപയോഗിച്ചാൽ മതി ഈ മാസത്തെ ഉൾപ്പെടാൻ. 200 പത്രം 2 പ്രാർത്ഥന കൂടിയ, ഉടമ്പടി കഴിഞ്ഞ് 2 പ്രാർത്ഥന കൂടിയ 100 പത്രത്തിൻ്റെ ചുവപ്പ് കാർഡ് വാങ്ങിച്ചാൽ മതി. ഉടമ്പടി കഴിഞ്ഞ് 3 പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയാൽ മതി. ഉടമ്പടി കഴിഞ്ഞ് 4 പ്രാർത്ഥന കഴിഞ്ഞാൽ, അതാണ് അടിസ്ഥാന പ്രാർത്ഥന, കഴിഞ്ഞാൽ 25 പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയാൽ മതി. പക്ഷേ പ്രശ്നം എന്ന് പറയണത് ഈ 400 പത്രം എടുത്തവർക്കും അതുപോലെ തന്നെ 25 പത്രം എടുത്തവർക്കും മെസ്സേജ് ഒരുപോലെയാണ്. പരിശുദ്ധാത്മാവ് പണം കൊണ്ടല്ലല്ലോ അളക്കണത് മെസ്സേജ്. പക്ഷേ നിങ്ങൾ അച്ഛനടുക്കുന്ന പോണത് ധൃതിയുള്ളവർ മേൽത്തരം കാർഡുകൾ മേടിക്കണം. കാര്യം വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കൗൺസിലിങ് രാവിലെ 7 മണിക്ക് ഞാൻ ഇരുന്നിട്ട് അവസാനത്തെ ആൾ വീട്ടിൽ പോയത് വെളുപ്പിനെ വന്ന ആളാണ്. കൗൺസിലിങ് തീർന്നത് രാത്രി 8:30. അപ്പോൾ ഈ പച്ചച്ചീട്ടുകാരും മഞ്ഞച്ചീട്ടുകാരൊക്കെ പോണത് രാത്രി സന്ധ്യക്ക് വൈകുന്നേരം പോണത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം കാർഡ് എടുക്കാൻ. കാര്യം രാവിലെ വരുമ്പോൾ തന്നെ ഇപ്പോൾ വരുന്നവരെല്ലാവരും എടുക്കുകയാണ്. അപ്പോൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കണം, അച്ഛൻ ഉണ്ടോ നാളെ എന്നൊന്ന് വിളിച്ച് ചോദിക്കണം. 3 നമ്പറുണ്ട് ഇതിൻ്റെ അകത്ത്. ആ 3 നമ്പറിൽ ഏതിലെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കണം. VPH എന്ന് പറഞ്ഞ നമ്പറുണ്ട്. അതിലെങ്ങാനും കയറി വിളിച്ചാൽ പണിയായിരിക്കും. അതെന്താ വെച്ചാൽ ഞാൻ ഈ ആൾക്കാരെപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കണില്ലേ? അവർ രാവിലെ വന്ന ആൾക്കാരല്ലേ, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമ്പോൾ അപ്പം സമയം നിങ്ങളെ വിളിച്ചാൽ ഞാൻ എങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കണം. 3 നമ്പറുണ്ട് ഓഫീസിൽ. അച്ഛൻ നാളെ ഉണ്ടോ, കൗൺസിലിംഗ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഒരു 4 മണി കഴിഞ്ഞാൽ പിന്നെ കാര്യം ഒരുമാതിരിപ്പെട്ട ആളാകും. 4 മണിക്കുള്ളിൽ വിളിക്കാനുള്ളവരൊക്കെ നേരത്തെ വിളിച്ചു കൂട്ടി വെക്കണതാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഒത്തിരി നേരത്തെ കിട്ടുന്ന ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യും. പക്ഷേ അല്ലാത്തത് ചിലപ്പോൾ എമർജൻസി വന്ന് അച്ഛൻ പോയാൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഓഫീസിൽ വിളിച്ച് കൂട്ടി വെക്കണമെന്നില്ല. നേരത്തെ അച്ഛനുണ്ടോ ഇല്ലെന്ന് തെரியപ്പെടുത്തണം. പിന്നെ ചുവപ്പ് ചീടാണ് കയ്യിരിക്കണമെങ്കിൽ അറിയണം 2 പ്രാർത്ഥന ഈ മാസത്തെ ഉൾപ്പെടെ കഴിഞ്ഞതാണെന്ന് അറിയണം. ചില ആൾക്കാരൊക്കെ ഫെബ്രുവരി മാസം ചീട്ട് കൊണ്ടുവരുന്നുണ്ട്, എടുക്കത്തില്ല. പക്ഷെ കാര്യം കേൾക്കും, പ്രാർത്ഥിച്ച് വിടും. കാര്യം കൗൺസിലിങ്ങിലേക്ക് പോകണമെങ്കിൽ കറക്റ്റായിരിക്കണം കാര്യങ്ങൾ. ഉടമ്പടി 4 പാലിച്ചിരിക്കണം. അപ്പോൾ കൗൺസിലിങ്ങിലേക്ക് പോയിട്ട് കറക്റ്റ് കാര്യം പറയും. എന്ത്, എപ്പോൾ, എങ്ങനെ, ഏത് വിധം എല്ലാം പറയും. അല്ലെങ്കിൽ അവരോട് ജസ്റ്റ് കാര്യം കേട്ട് പ്രാർത്ഥിച്ച്. കാര്യം ഉടമ്പടി പേപ്പറും പത്രത്തിൻ്റെ കാർഡും ഉണ്ടെങ്കിൽ ആ പത്രത്തിൻ്റെ കാർഡിൽ കുഴപ്പമുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന കൂടി കൂടാൻ മിച്ചം ഉണ്ടെങ്കിൽ, ഇപ്പം പച്ചക്കാട് കയ്യിലുണ്ട്, 4 പ്രാർത്ഥന കൂടേണ്ടതാണ്, 3 പ്രാർത്ഥന കൂടിയിട്ടുള്ളൂ, കൗൺസിലിംഗ് നടക്കത്തില്ല, ഒരു പ്രാർത്ഥന കൂടി കൂടാൻ പറയും. എന്നിട്ട് കൃപാസനത്തിൽ വന്ന് കാണാൻ പറയും. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം. നിങ്ങൾ പത്രത്തിൻ്റെ കാർഡില്ലാതെ കൗൺസിലിംഗ് നടക്കത്തില്ല. നടന്നാൽ തന്നെയും അതെല്ലാം കറക്റ്റായിരിക്കണം. അപ്പം ഞാനൊരു പ്രേക്ഷിതയാണ്, ഞാൻ കർത്താവിൻ്റെ പ്രേക്ഷിതയായി ജീവിക്കുന്നതിൻ്റെ അഭിമാനം കൊള്ളും. അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങൾ പ്രേക്ഷിതർക്കാണ് കൃപാസനത്തിലെ ശുശ്രൂഷയുടെ അവകാശം പങ്കുമുള്ളത്. അതുകൊണ്ട് പ്രേക്ഷിതരെന്ന് പറയുന്നത് പണ്ട് കൃപാസനത്തിന് മാത്രം പ്രേക്ഷിതരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ ഉടമ്പടി ചെയ്യുന്നവരെല്ലാം പ്രേക്ഷിതരാണ്. അപ്പോൾ അർത്തിങ്കൽ വില്ലും കഴിഞ്ഞ് നിൽക്കണ പോലെ, ഇടത്തുവായിൽ കല്ല് ചോക്കണ പോലെ കൃപാസനത്തിൽ മാതാവിൻ്റെ നേർച്ചയാണ്. എന്താണത്? പത്രം മേടിച്ച് കൊടുക്കണതാണ്. അപ്പം നിങ്ങൾ അച്ഛനെ കണ്ടില്ലെങ്കിലും നേർച്ച തരണം. കൃപാസനത്തിൽ പ്രാർത്ഥന കൂടാം, പത്രം വാങ്ങിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാം. അപ്പോൾ കൃപാസനത്തിൽ 5000 പേര് വന്നാൽ 5000 പേര് 50 പത്രം വീതം മേടിച്ച് കൊടുക്കണം. അത് നേർച്ചയാണ്. ഇവിടെ ഒരു മാസം ഒരു നേർച്ച. അപ്പം അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇവിടെ ഹാഷിയാറാമി
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ഓ ദിവ്യ കാരുണ്യമേ, ഞങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ സൗഖ്യപ്പെടുന്നതിനെ ഓർ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുന്നതിനെ ഓർ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ ഇടപെടുന്നതിനോട് സ്തുതിക്കുന്ന കർത്താവേ, തൊഴിൽ മേഖലകൾ സംരക്ഷിക്കുന്നതിനോട് സ്തുതിക്കുന്ന കർത്താവേ, വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോട് സ്തുതിക്കുന്ന കർത്താവേ, സന്താനരഹിതരെ ആശീർവദിക്കുന്നതിനോട് സ്തുതിക്കുന്ന കർത്താവേ, ഭവനരഹിതരെ ആശീർവദിക്കുന്നതിനോർത്ത് സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്